മൗലവി, മഹാനായ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം നിങ്ങൾക്ക് വഹി വരുന്നുണ്ടല്ലോ. അതേ പറഞ്ഞ വാചകം നിങ്ങൾ കണ്ടില്ലേ? അമാ യക്ഫീക അന്ന തൗറാത ബിയദൈക, നിങ്ങൾക്ക് തൗറാത്ത് നിങ്ങളുടെ കയ്യിൽ വരുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ അതേ നിങ്ങൾക്ക് തൗറാത്ത് നിങ്ങളുടെ കയ്യിൽ വരുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് വഹി വരുന്നുണ്ട്. അന്നൽ വഹയ യതീക യാ മൂസ, വഹി നിങ്ങൾക്ക് വരുമല്ലോ മൂസാ നബിയെ. അപ്പൊ നിങ്ങളിപ്പോ എന്റെ അടുത്ത് വന്ന് പഠിക്കേണ്ടതില്ലല്ലോ എന്നും അതിനർത്ഥമാകാൻ അതാ ഇഹ്തിമാല് സാധ്യതയില്ലേ? അതുകൊണ്ട് തന്നെ ഐ റസൂലല്ലാ എന്നൊരാള് വിളിച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ ഐ റസൂലല്ലാ എന്ന് വിളിച്ചാൽ പിന്നീട് റസൂലാകുമെന്ന വിവരം വല്ല വിധത്തിലും ഇൽഹാമ മുഖേനയോ മറ്റ് അമ്പിയാക്കളിൽ നിന്ന് മനസ്സിലാക്കിയത് മുഖേനയോ അല്ലെങ്കിൽ മൂസാ നബിക്ക് തന്നെ അള്ള കൊടുത്ത ഇർഹാസ് മുഖേനയോ കിട്ടിയ വിവരം അറിഞ്ഞതിന്റെ പേരിലും ഐ റസൂലല്ലാ എന്ന് വിളിച്ചുകൂടെ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മാത്രം നിങ്ങൾക്ക് പാണ്ഡിത്യമില്ലാത്തത് കൊണ്ട് ഓ സലഫി, നിങ്ങൾ വലിയ വലിയ പണ്ഡിതന്മാര് പറയുന്ന അഗാധമായ വിഷയങ്ങളൊന്നും നിങ്ങൾ ചർച്ച ചെയ്ത് കുളത്തിൽ വീണ്ട കേട്ടോ. അറിവില്ലാത്തവൻ മിണ്ടാതിരുന്നോളണം. ഇതുകൊണ്ടാ നമ്മളുടെ നിങ്ങൾക്ക് മുമ്പ് സ്ഥലം അനുവദിച്ചു തന്നിട്ട് പിന്നെ വേലി കെട്ടിയ നമ്മൾ അലി ഹസനാജി ഇല്ലേ, അതുകൊണ്ടാണ് അയാൾ പറഞ്ഞത് പേരോടും സലഫിയും തമ്മിലുള്ള സംവാദത്തിൽ ആർക്കാണ്, സലഫിക്കാണോ വിജയം എന്നൊരാള് ചോദിച്ചപ്പോ അലി ഹസനാജി പറഞ്ഞു ഇല്ല ഇല്ല, അദ്ദേഹത്തിന് പരാജയം ഉണ്ട് എന്ന് പറഞ്ഞു. അത് ഞാൻ എന്റെ സീഡിയിൽ കേൾപ്പിച്ചിട്ടുണ്ട്. കേൾക്കലില്ല അവിടെ എങ്ങനെ ഇയാൾക്ക് വിജയമാണ്, അതുകൊണ്ട് സെലഫിക്കോ പേരോട് സെലഫിക്കാണ് വിജയം? അല്ലല്ല, അത് എത്രയോ പറഞ്ഞാൽ അയാൾ പറയുന്നത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് സെലഫിക്ക് പറയാൻ പറ്റും. ഇയാളൊന്നുമല്ലാത്ത രീതിയിൽ പറയും. അതായത് ആ പരാജയം അവിടെ ഉണ്ട്, ആധാരമുണ്ട്. ആര്യസനജി പോലത്തെ ആളുകൾ ഇത് കേൾക്കുന്നുണ്ട്. അവർക്കറിയാ ഇവിടെ നടക്കുന്ന ഈ ഖണ്ഡന പ്രസംഗത്തിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വെല്ലുവിളിക്കും. നട്ടല്ലുണ്ടോ, ധൈര്യമുണ്ടോ, ചെരിപ്പെടുക്കും എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ തെളിവങ്ങ് പറഞ്ഞാൽ പിന്നെ മൗലവി അമ്പയ്ക്ക് വരൂല, പിന്നെ വിഷയത്തെ കടക്കൂല. അതുകൊണ്ട് അത്തരത്തിലുള്ള വെല്ലുവിളിയൊക്കെ മൗലവി ദയവ് ചെയ്തവിടെ വെക്കുന്നത് നല്ലത്. അങ്ങനത്തെ നട്ടല്ലൊന്നും ചോദിക്കണ്ട. നട്ടല്ലുണ്ടോ, നട്ടല്ലുണ്ടോ, നട്ടല്ലുണ്ടോ? ഉണ്ടെങ്കിൽ ധൈര്യത്തിൽ വരിക, പേരോട് ഞാനുമായി സംവാദത്തിന് തയ്യാറാണ് എന്ന് പറയാം. എന്നിട്ട് നമുക്കൊന്നായിട്ട്, നിങ്ങൾക്ക് വിഷമം വേണ്ട, ഇവിടെ സ്ഥലം മതിയാണ്ട, ഇവിടെ കടപ്പുറത്ത് നിന്നായിക്കോട്ടെ, കോഴിക്കോട് കടപ്പുറം, കോഴിക്കോട് കടപ്പുറം, എന്നാ പേടിക്കണ്ട. എന്നിട്ട് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ തോണിയിൽ നിന്നോ, എന്നാ പേടിക്കണ്ട, തോണിയിൽ ഞാൻ കറക്കുന്നോളാ. എന്നിട്ട് നമ്മളെ വിഷയങ്ങൾ ഓരോന്നോരോന്ന്. ധൈര്യം ഉണ്ടോ മൗലവി? സംവാദത്തിന് ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ വാ. സുബ്ഹാനല്ലാഹ്. ഏതായാലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബി അലൈഹിസ്സലാം ഖദർ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ പോയ സമയം അത് മൂസാ നബിക്ക് നബുവത്ത് കിട്ടിയതിന് ശേഷമാണ് എന്ന് റസൂലുള്ളാഹ് പറഞ്ഞ ഒരു ഹദീസ് ഇല്ല കേട്ടോ. ഉണ്ടെങ്കിൽ അതിന്റെ വാചകം ഒന്ന് വായിച്ചർത്ഥം പറയൂ മൗലവി. ഈ സംഭവം നടന്നത് നബുവത്ത് കിട്ടിയതിന് ശേഷമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെന്നാണ്. അങ്ങനെ ബുഖാരിയിൽ ഇല്ലേ? ഇല്ല. അത് നബിയുടെ പേരിൽ പച്ചക്കള്ളം മൗലവി പറഞ്ഞതാണ്. ഇനി ഞാൻ അടുത്ത വിഷയത്തിലേക്ക് കടക്കട്ടെ. സുബ്ഹാനല്ലാഹ്. മൗലവി ഇപ്പൊ പത്തി മടക്കിയിരിക്കുകയാണ്. മുമ്പ് മൗലവിയുടെ വന്നിട്ട് ഇബ്നു കസീർ വായിച്ചു. എന്നിട്ട് മൗലവി പറഞ്ഞു, അതാ അല്ലാഹുവിനെ സംബന്ധിച്ച് അല്ല കയറും, അല്ല ഇറങ്ങും, അള്ളാഹ്ക്ക് കൈയുണ്ട്, അള്ളാഹ്ക്ക് കാലുണ്ട്, അള്ളാഹു തആല പോകുന്നുണ്ട്, വരുന്നുണ്ട്, കസേരമ കുത്തിരിക്കുന്നുണ്ട്, കാല് നീട്ടിയിട്ടിട്ടോ പൊക്കിയിട്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. മൗലവിയുടെ പ്രസംഗ. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും അല്ലാഹുവിനെ പറ്റി വിശ്വസിക്കരുത്, അങ്ങനെ പറയരുത്. അപ്പൊ മൗലവി പറഞ്ഞു, അങ്ങനൊന്നും പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, പിന്നെ സൃഷ്ടികളെ പോലെ എന്ന് പറയരുത് എന്നേ ഉള്ളൂ, പോലെ എന്ന് പറയരുത്, വേറെ പ്രശ്നമൊന്നുമില്ല, എന്നാ ഒരു കുഴപ്പമില്ല. അതിനെ ഞാൻ ഖണ്ഡിച്ചു.
എങ്ങനെ ഖണ്ഡിച്ചു? മുജാഹിദ് സെന്റർ പ്രസിദ്ധീകരിക്കുന്ന നിങ്ങളുടെ പരിഭാഷ വായിച്ചു ഖണ്ഡിച്ചു. അതൊന്ന് കേൾപ്പിച്ചു കൊടുക്ക പോലെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രസംഗിച്ചത്. ഇവിടെ മൗലവി വന്നിട്ട് പറഞ്ഞില്ലേ, പടച്ചവൻ അർശിന്റെ മേലിരിക്കുന്നു എന്നാ ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് കാല് താത്തിയിട്ടിട്ടോ പൊക്കിയിട്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. അതുപോലെ മേപ്പോട്ടോക്കിട്ടോ താഴോട്ടോക്കിട്ടോ എന്ന് ഞമ്മക്കറിഞ്ഞൂടാ എന്ന് ഇവിടെ ഹുസൈൻ സലഫി പ്രസംഗിച്ചില്ലേ നാദാപുരത്ത്. ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്താ വിശ്വസിക്കുന്നത്? അള്ളാഹു അർശിന്മേലാണ്. എങ്ങനെ? കൈഫശാ, അവനുദ്ദേശിക്കുന്നത് പോലെ, അവനുദ്ദേശിക്കുന്ന പ്രകാരത്തിൽ. അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഹദ് നിർണ്ണയിക്കാൻ പറ്റൂല. എങ്ങനെ അപ്പുറം അപ്പുറമൊക്കെ അതിന്റെ അതിർത്തി എത്ര പ്ലേസ് വേണം അതൊന്നും നമ്മൾ പറയാൻ പാടില്ല. ഇരിക്കുന്ന രൂപ എങ്ങനെ മേപ്പോട്ട് നോക്കിയിട്ടോ താഴത്തേക്ക് നോക്കിയിട്ടോ കാല് നോക്കിയിട്ടോ ആ നിലക്കുള്ള ഒരു വർത്തമാനവും പറയാൻ പാടില്ല. അത് എന്നാൽ കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ പ്രസിദ്ധീകരിക്കുന്ന നിങ്ങളുടെ ഖുർആൻ പരിഭാഷയിൽ അതാ അമാനി മൗലവി എഴുതുന്നു, ഇസ്തവാ അലൽ അർശ് എന്ന വാക്യത്തിന്റെ ഭാഷാർത്ഥത്തെ മാത്രം അടിസ്ഥാനമാക്കി അല്ലാഹു അർശിന്മേൽ ഇരിക്കുകയാണെന്നും മറ്റും ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് സ്വീകാര്യമല്ല തന്നെ. അതുകൊണ്ട് അയാൾ നിർത്തിയോ? രണ്ടാമത് പറയുന്ന വാചകം കേട്ടോ സെലഫി, രണ്ടാമത് പറയുന്ന വാചകം കേട്ടോ മുജാഹിദേ. അതാ ഈമാൻ കിട്ടാതെ മരിക്കണ്ട. അല്ലാഹുവിനെ സൃഷ്ടികളോട് സമപ്പെടുത്തലും അവന്റെ ഗുണവിശേഷങ്ങളുടെ പരിശുദ്ധിയെ നിരാകരിക്കലുമാണത്. അല്ലാഹുവിനെ സൃഷ്ടികളോട് സമപ്പെടുത്തലും അവന്റെ ഗുണവിശേഷങ്ങളുടെ പരിശുദ്ധിയെ നിരാകരിക്കലുമാണത്. അപ്പൊ അല്ലാഹു അർശിന്മേൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ നമ്മെ പോലെ എന്ന് പറയണ്ട, സൃഷ്ടികളെ പോലെ എന്ന് പറയണ്ട. അല്ലാഹു അർശിന്മേൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ സൃഷ്ടികളോട് സമപ്പെടുത്തലാണെന്ന് അതാ അമാനി മൗലവി കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ പ്രസിദ്ധീകരിക്കുന്ന ഖുർആൻ പരിഭാഷയുടെ 1102 പേജിൽ സൂറത്തുൽ അറാഫിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. സഹോദരന്മാരെ ശരിക്ക് കേട്ടോ, അമാനി മൗലവി പറയുന്നു, നിങ്ങളെ സെലഫി ഇവിടെ വന്നിട്ടല്ല പറഞ്ഞത്, നമ്മെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാലേ കുഴപ്പമുള്ളൂ എന്നല്ലേ. മുജാഹിദുകളുടെ വാദം എന്താണെന്നോ, അള്ളാഹ്ക്ക് നമ്മെ പോലെ കൈയുണ്ടെന്നല്ല, നമ്മെ പോലെ അല്ല നമ്മൾ ഇറങ്ങും പോലെ ഇറങ്ങുമെന്നല്ല, നാം ഇരിക്കും പോലെ കസേരയിൽ ഇരിക്കുമെന്നല്ല, നമ്മെ പോലെ വിരലുണ്ട് എന്നല്ല, നമ്മെ പോലെ കണ്ണുണ്ട് എന്നല്ല. അങ്ങനെ വിശ്വസിക്കാനേ പാടില്ലല്ലോ. നമ്മെ പോലെ എന്ന് പറയണമെന്നില്ല. അർശിന്മേൽ ഇരിക്കുന്നു എന്ന് പറയാൻ പറ്റൂല, അത് സ്വീകരിക്കാൻ പറ്റില്ല. അമാനി മൗലവി പറയുന്നു, അല്ലാഹു അർശിന്മേൽ ഇരിക്കുകയാണെന്നും മറ്റും ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് സ്വീകാര്യമല്ല തന്നെ. നമ്മെ പോലെ എന്നുണ്ടോ അവിടെ? അർശിന്മേൽ ഇരിക്കുകയാണെന്നും മറ്റും ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് സ്വീകാര്യമല്ല തന്നെ. നമ്മെ പോലെ എന്ന് പറയണമെന്നില്ല. അർശിന്മേൽ ഇരിക്കുന്നു എന്ന് പറയാൻ പറ്റൂല, അത് സ്വീകരിക്കാൻ പറ്റില്ല. ഞാൻ അവരുടെ പരിഭാഷ വായിച്ചിട്ട് പറഞ്ഞു, നമ്മെപ്പോലെ എന്ന് പറയണമെന്നില്ല, അർശിന്മേൽ ഇരിക്കുന്നു എന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ മൗലവി ഇപ്പൊ മറ്റെന്താ പറഞ്ഞു? അമാനി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പച്ചക്കള്ളം. അമാനി മൗലവി അങ്ങനെ പറഞ്ഞിട്ടില്ല, പച്ചക്കള്ളം. എന്റെ മൗലവിന്റെ പകരം പിന്നൊരു വ്യാഖ്യാനം എന്താ പറഞ്ഞു? ഇസ്തവാ അലൽ അർശി എന്ന വാക്യത്തിന്റെ ഭാഷാർത്ഥം മാത്രം അടിസ്ഥാനമാക്കിയതാ മൗലവി പറഞ്ഞത്. ഭാഷാർത്ഥം മാത്രം അടിസ്ഥാനമാക്കിയല്ലേ അർശിന്റെ മുകളിൽ ഇരുന്നു ഇവർ പറഞ്ഞതു. അല്ലാതെ വേറെ എന്തും കൂടി അടിസ്ഥാനമാക്കിയിട്ടാ? എന്നാ ഇന്നലും കൂടി അടിസ്ഥാനമാക്കിയിട്ടാ പറഞ്ഞെന്ന് പറയണ്ടേ അവര്? ഒരു ഖുർആൻ പരിഭാഷ, നിങ്ങളെ ഖുർആൻ പരിഭാഷയെങ്കിലും വായിച്ച് പഠിച്ചുകൂടായിരുന്നോ? എന്നിട്ട് പോരെ അള്ളാഹിനെ പറ്റിയുള്ള വിശ്വാസം തെറ്റിക്കാൻ ജനങ്ങളുടെ? എന്നാ സഹോദരന്മാരെ, നിങ്ങൾക്കൊരു രസം കേൾക്കളോ? എന്താണ്? പോലെ, സൃഷ്ടികളെ പോലെ എന്ന് പറഞ്ഞാലേ കുഴപ്പമുള്ളൂ എന്നാ മൗലവി പറഞ്ഞിരുന്നത്. എന്നാ പോലെ എന്ന് പറയണ്ട, അർശിന്മേൽ ഇരിക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റൂല എന്നാ മാനി മൗലവി മുജാഹിദിന്റെ പരിഭാഷ. അത് വായിച്ചിട്ടാ ഞാൻ ഗണ്ണിച്ചത്. മൗലവി കുടുങ്ങി. എന്നാ ഇനി ഞാൻ പറയട്ടെ, പോലെ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? സൃഷ്ടികളെ പോലെ എന്നെ ഈ മൗലവിമാര് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ കാഫറാണെന്നും ഇവര് എന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതാ കേൾപ്പിക്കാൻ പോന്ന്. നമ്മളെ സെലഫി തന്നെ ഒരു നിലക്കും അള്ളാന്റെ ഒരു സംഗതി ഉപമിച്ചൂടാ, പോലെ എന്ന് പറഞ്ഞൂടാ,
പോലെ എന്നെവിടെ എന്ന് മുമ്പ് നമ്മളെ വെല്ലുവിളിച്ചിരുന്നു. ഞാൻ അതൊക്കെ കേൾപ്പിച്ചും കൊടുത്തിരുന്നു. അതിരിക്കട്ടെ. എന്നാ മൗലവി എന്നെ പോലെ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളി. ആദ്യം പറ്റൂല എന്ന് പറഞ്ഞൊന്ന് കേൾപ്പിച്ചു. പോലെ എന്ന് പറ്റൂല എന്ന് സൃഷ്ടി ഇറങ്ങും പോലെ എന്ന് പറഞ്ഞാൽ, അള്ളാഹു കാണുന്നു സൃഷ്ടികൾ കാണും പോലെ എന്ന് പറഞ്ഞാൽ, അള്ളാഹു കേൾക്കുന്നു സൃഷ്ടികൾ കേൾക്കും പോലെ എന്ന് പറഞ്ഞാൽ അത് കുഫറാണ്. പടച്ചവന്റെ കേൾവിയും അവന്റെ കാഴ്ചയും അവന്റെ എല്ലാം അവന് മാത്രമേയുള്ളൂ. അത് മറ്റൊരാളോട് തുല്യപ്പെടുത്താനോ ഉപമിക്കാനോ സാദൃശ്യപ്പെടുത്താനോ പറ്റിയതല്ല. കൃത്യമായി വിശദീകരിച്ചു. മൻ ശബ്ബഹല്ലാഹ ബിഖൽഖിഹി ഫഖദ് കഫറ. ആരെങ്കിലും അള്ളാഹുവിനെ അവന്റെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തിയാൽ ഫഖദ് കഫറ, അവൻ കാഫിറായി പോയി. ഓർച്ചല്ലോ, വിഷയം ഓർച്ചല്ലോ. വെച്ചു കൊടുക്കുമോനെ, അത് മൗലവിന്റെ വേറൊരു മൗലവിയാണ്. കുട്ടികൾ പന്തെറിയുന്നത് പോലെ ഈ ആകാശങ്ങളെ അള്ളാഹു എറിയും. നിങ്ങൾ കണ്ടില്ലേ അള്ള എറിയുന്ന കോലം? കണ്ടില്ലേ അള്ള എറിയുന്ന കോലം മൗലവി കാണിക്കുന്നത്? കണ്ടില്ലേ? കുട്ടികൾ പന്തെറിയും പോലെ ഇങ്ങനെയാ കാണിക്കുന്നത്. അപ്പൊ പോലെ എന്ന് പറഞ്ഞാൽ കാഫിറാണ് എന്നല്ലേ മൗലവി പറഞ്ഞത്? നിങ്ങളെ നേതാവ് ഹനീഫ മൗലവിയാ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ഭാഷ പ്രകാരം ആരെങ്കിലും അള്ളാഹുവിനെ അവന്റെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തിയാൽ ഫഖദ് കഫറ, അവൻ കാഫിറായി പോയി. നിങ്ങൾ ഫഖദ് കഫറ എന്ന് നിങ്ങൾ പറഞ്ഞത് പ്രകാരം, നിങ്ങളെ അർത്ഥപ്രകാരം ഞാൻ ചോദിക്കട്ടെ, അതേ ഈ ഹനീഫ മൗലവി എന്തായി പറഞ്ഞതനുസരിച്ച് കുട്ടികൾ പന്തെറിയും പോലെ അള്ള എറിയും എന്ന് അയാൾ കാണിച്ചില്ലേ? അയാൾ പറഞ്ഞില്ലേ പോലെ എന്ന് പറഞ്ഞാൽ കാഫിറാണെന്നല്ലേ നിങ്ങൾ തന്നെ പ്രസംഗിച്ചത്? ഇനി അതാ നമ്മള് മൗലവി തന്നെ പറയുന്നു, ഒന്ന് കേൾപ്പിക്കുമോനെ. നാം ഒരു ധർമ്മം ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കുന്നു. വയഖുദുഹാ ബിയമീനിഹി, അവന്റെ വലത് കൈ കൊണ്ട് അവനത് വാങ്ങുന്നു. ഫയുറബ്ബീഹാ, എന്നിട്ട് അതിനെ അവൻ വളർത്തി പരിപാലിച്ചുണ്ടാക്കുന്നു. ലിഅഹദിക്കും, നിങ്ങളിൽ ഒരാൾക്ക് വേണ്ടി. കമാ യുറബ്ബി അഹദുക്കും മുഹ്റഹു, ഒരാൾ തന്റെ ഒട്ട കുതിരക്കുട്ടിയെ എപ്രകാരം വളർത്തി പരിപാലിച്ച് വലുതാക്കുമോ അതേപോലെ അല്ലാഹു നിങ്ങൾ നൽകുന്ന എത്ര തുച്ഛമായ സ്വതക്കയാണെങ്കിലും ഒരു ഉരുള അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നിങ്ങൾ സംഭാവന ചെയ്യുന്ന ഒരു പിടി ഭക്ഷണം അത് ഉഹദ് മലയോളമാക്കി തീർക്കുന്നു പടച്ച തമ്പുരാൻ. ഇപ്പൊ കേട്ടോ, നിങ്ങളിൽ ഒരാൾ കുതിരക്കുട്ടിയെ വളർത്തുന്നത് പോലെ പടച്ചവൻ വലത്തെ കയ്യിൽ വാങ്ങിയിട്ട് വളർത്തു മൗലവി പറഞ്ഞതാ. അപ്പൊ എന്തായി? സൃഷ്ടികളെ പോലെ എന്നായില്ലേ മൗലവി? നിങ്ങളല്ലേ പറഞ്ഞ സൃഷ്ടികളെ പോലെ എന്ന് പറഞ്ഞാൽ കാഫിറാവും. അള്ളാഹുവിന്റെ ഏത് വിശേഷണങ്ങൾ പറയുകയാണെങ്കിലും ഇന്നത് പോലെ എന്ന് രൂപം പറയാൻ പാടില്ല, ഉപമിക്കാൻ പാടില്ല, മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്താനും പാടില്ല. ആരെങ്കിലും അള്ളാഹുവിനെ അവന്റെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തിയാൽ ഫഖദ് കഫറ, അവൻ കാഫിറായി പോയി. ഇപ്പൊ മൗലവി എന്തായി പറഞ്ഞതനുസരിച്ച് എനിക്ക് കേൾക്കണോ? വിവരമില്ലാത്തവരും മതം പറയരുതെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. എനിക്ക് കേൾക്കണോ? നമ്മളെ സക്കരിയ സലാഹി അള്ളാഹിനെ കൊണ്ട് പോലെ എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ, നാദാപുരത്ത് സർവ്വ മൗലവിമാരും ഇവിടെ നിന്ന് പിടിച്ചു കെട്ടും. ആ വെക്ക്. കുട്ടികൾ പന്തെറിയുന്നത് പോലെ അല്ലാഹു ഭൂമിയെ എറിയുന്നതാണ്. കേട്ടില്ലേ? കുട്ടികൾ പന്തെറിയും പോലെ അള്ള എറിയുന്നതാണ്. സൃഷ്ടികളെ പോലെ എന്ന് പറഞ്ഞാൽ ഫഖദ് കഫറ എന്ന് നേരത്തെ സലഫി പറഞ്ഞില്ലേ? അപ്പൊ മൗലവിമാരെ, നിങ്ങളെ അവസ്ഥ എന്താണെന്ന് അനുയായികൾക്കൊന്ന് വിശദീകരിച്ചു കൊടുക്കൂ. അള്ളാഹുവിന്റെ ഏത് വിശേഷണങ്ങൾ പറയുകയാണെങ്കിലും ഇന്നത് പോലെ എന്ന് രൂപം പറയാൻ പാടില്ല. ഒരാൾ തന്റെ ഒട്ട കുതിരക്കുട്ടിയെ എപ്രകാരം വളർത്തി പരിപാലിച്ച് വലുതാക്കുമോ അതേപോലെ അള്ളാഹു ഉപമിക്കാൻ പാടില്ല. കുട്ടികൾ പന്തെറിയുന്നത് പോലെ ഈ ആകാശങ്ങളെ അള്ളാഹു എറിയും. മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്താനും പാടില്ല. കുട്ടികൾ പന്തെറിയുന്നത് പോലെ അല്ലാഹു ഭൂമിയെ എറിഞ്ഞളയുന്നതാണ്. അള്ളാഹ്ക്ക് വലത്തുണ്ട് കൈ രണ്ട്, ഇടത്ത് കൈയില്ല എന്ന് പറഞ്ഞിട്ട് പടച്ചവനെ വികലാങ്ങനെ പോലെ പറഞ്ഞവരല്ലേ നിങ്ങള്? ഞങ്ങളെ വിശ്വാസം മുസ്ലിമീങ്ങൾക്കറിയാം. അല്ലാഹു അവയവങ്ങൾ ഉള്ളവനല്ല, അവൻ അവയവത്തിന്റെ ആവശ്യമില്ല. അള്ളാഹ്ക്ക് സ്ഥലത്തിന്റെ ആവശ്യമില്ല. അള്ള സ്ഥലകാലതീതനാണ്.
അവൻ ഇറങ്ങലും കയറലുമില്ല. അതൊക്കെ സൃഷ്ടികളുടെ പ്രത്യേകതകളാണ്. അതൊന്നും പടച്ചവനെ കുറിച്ച് വിശ്വസിക്കാൻ പാടില്ല. ഖുർആനിലും ഹദീസിലും വന്ന മുതശാബിഹായ ആയത്തുകൾ, ഹദീസുകൾ, അത് നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ പറയാനുള്ളതല്ല, വ്യാഖ്യാനിക്കാനുള്ളതല്ല, അതേ ബാഹ്യാർത്ഥം വെച്ച് വിശ്വസിക്കാനുള്ളതല്ല. അതൊക്കെ നമ്മൾ പലപുരു വിശദീകരിച്ചതാണ്. ഇനി ഞാൻ പറയട്ടെ സഹോദരന്മാരെ, സക്കരിയ തന്നെ പറയുന്നത് കേട്ടോളി. അല്ലാഹ് അടുത്ത് കൈയില്ലേ ഒന്ന് വെച്ചു കൊടുത്തവനെ, വലത്ത് 2 കൈ അടുത്തില്ല എന്ന് വെച്ചു കൊടുത്താ മൗലവി പറയട്ടെ. അവന്റെ 2 കൈകളും വലതാണ്. ലാ ഷിമാല ഫീഹിമാ, ആ 2 കൈകളിലും ഷിമാലില്ല, ഇടതില്ല. കേട്ടില്ലേ? അപ്പൊ അള്ളാഹ്ക്ക് 2 കൈയുണ്ട്, ഇടതില്ല, ഇടത് കൈയില്ല, വലത്ത് 2 കൈ. എന്നാ മൗലവിമാരെ, നിങ്ങൾ അള്ളാഹിനെ കൊണ്ട് കളിക്കുന്ന കളിയാണിത്. ഇത് നിങ്ങളെ അൽമനാറാണ്. എപ്പോഴുള്ള അൽമനാറ്? ഏറ്റവും ലേറ്റസ്റ്റ് 2009 ജനുവരി. ഈ അൽമനാർ സ്ക്രീനിൽ അങ്ങ് വായിച്ചോ സഹോദരന്മാരെ. ഇതിലെന്താ പറയുന്നത്? ഇതിൽ ഇവര് പറയുന്നത് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്ത്യദിനത്തിൽ അള്ളാഹു ആകാശങ്ങളെ ചുരുട്ടിയെടുക്കും. പിന്നീട് തന്റെ വലത് കൈ കൊണ്ട് പിടിച്ച ശേഷം പറയും, ഞാനാണ് രാജാവ്. എവിടെ അഹങ്കാരികളും ധിക്കാരികളും? ശേഷം ഭൂമിയെ തന്റെ ഇടത് കൈ കൊണ്ട് ചുരുട്ടിപ്പിടിക്കും. അപ്പൊ ഇവര് അൽമനാറിൽ പറയുന്ന അള്ളാഹ്ക്ക് ഇടത് കൈയുണ്ട്, അതിൽ ഭൂമി ചുരുട്ടിപ്പിടിക്കും. സക്കരിയ സലായി പറയുന്ന അള്ളാഹ്ക്ക് ഇടത് കൈ ഇല്ല. ഞങ്ങൾ അൽമനാറ് വിശ്വസിക്കണോ, സക്കരിയാനെ വിശ്വസിക്കണോ, അല്ലെങ്കിൽ രണ്ടും വലിച്ചെറിയണോ? പറയൂ മൗലവിമാരെ, നിങ്ങൾ അള്ളാഹിനെ പറ്റിയാണ് കളിച്ചത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? 2 കൈ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വേറൊരു ബുക്കിൽ പറയുന്നു, മുജാഹിദ് എന്ന് പുസ്തക വേറൊരു ബുക്ക്, ഇതിൽ പറയുന്നു അള്ളാഹുവിന്റെ 2 കൈകളും ബ്രാക്കറ്റിൽ 2 ഭാഗവും വലതുഭാഗമാണ്. 2 കൈ എന്ന് പറഞ്ഞാല് 2 ഭാഗം എന്ന് പറഞ്ഞ എന്താണ്? അള്ളാഹുവിന്റെ 2 കൈകളും 2 ഭാഗവും വലതുഭാഗമാണ്. 2 ഭാഗവും കൂടി 1 ഭാഗം. ഇത്ര ബുദ്ധിയില്ലാത്ത ഒരു കക്ഷികളെ അള്ളാന്റെ ദുനിയാവില് വേറെ കേട്ടിട്ടുണ്ടോ? അള്ളാനെ പറ്റിയാ നിങ്ങൾ പിഴച്ചത്. എന്നിട്ട് നിങ്ങൾ പറഞ്ഞില്ലേ അശ്അരിയാക്കൾ പേച്ചവരാണ് എന്ന് ഇവിടുന്ന് പറഞ്ഞില്ലേ? ഞങ്ങളൊക്കെ അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ മാർഗം സ്വീകരിച്ച അശ്അരികളാണ്. സുന്നത്ത് ജമാഅത്തുകാർ അശ്അരി മാതുരീദി 2 പണ്ഡിതന്മാർ വിവരിച്ചതനുസരിച്ച് അഖീദ വിശ്വസിക്കുന്നവരാണ്. അവരെ പറ്റിയല്ലേ നിങ്ങൾ പറഞ്ഞത് പേച്ചവര്? എന്നിട്ട് 2 ഭാഗവും 1 ഭാഗമാണ് എന്ന് പറയുന്ന നിങ്ങളാണോ മുസ്ലിമീങ്ങള്, മുജാഹിദീങ്ങളെ? അത് വെച്ചുകൊടുത്താ മതി അശ്അരികൾ പേച്ചവരാന്ന് പറഞ്ഞേ. അതൊക്കെ പഴച്ചുപോയ അശ്അരികൾ പറയും പോലെ, അതൊക്കെ പഴച്ചുപോയ അശ്അരികൾ പറയും പോലെ. ആരാ പഴച്ചുപോയ അശ്അരി? ഇമാം ഗസ്സാലി അശ്അരിയാണ്, ഇമാമുൽ ഹറമൈനി അശ്അരിയാണ്, ഇമാം റാസി അശ്അരിയാണ്. അങ്ങനെ തുടങ്ങിയിട്ട് സഹോദരന്മാര്, ഈ ഇമാമിങ്ങളൊക്കെ പഴച്ചുപോയി എന്ന് പറഞ്ഞിട്ട് ഈ സമുദായത്തെ നിങ്ങൾ കൊണ്ടെത്തിച്ചത് എവിടെയാണ്? മൂപ്പർക്ക് ഇപ്പൊ ഒന്നും പറയാനില്ലാതിട്ട് സിറാജ് പത്രത്തില് ഒരു പെണ്ണിന്റെ ചിത്രമുള്ള ജ്വല്ലറിന്റെ പരസ്യം വന്നു. സർക്കസിന്റെ പരസ്യം നിങ്ങൾ കൊടുത്തിട്ടില്ല. തിരൂരങ്ങാടി യത്തീം ഖാനന്റെ നിങ്ങളെ യത്തീം ഖാനന്റെ വലിയ ഒരു സുവനീർ കൊടുത്തിട്ടില്ലേ? ബാങ്കിന്റെ പരസ്യം കൊടുത്തിട്ടില്ലേ? ഞങ്ങളെ കൊണ്ട് അതൊക്കെ പറയിക്കണോ? അതാണോ നമ്മുടെ ചർച്ചാ വിഷയം? അതുകൊണ്ട് സഹോദരന്മാരെ, ഇനി നിങ്ങൾക്ക് കേൾക്കണോ? സുബ്ഹാനല്ലാഹ്, ഞാനിവിടെ പറഞ്ഞു നാരിയത്ത് സലാത്ത്. കഴിഞ്ഞ പ്രസംഗത്തിൽ എന്റെ പ്രസംഗം നിങ്ങളൊക്കെ ഒന്ന് CD കേട്ട് നോക്കണം. സലാത്ത് ചൊല്ലുന്ന സുന്നി, കാഫിറാക്കുന്ന സലഫി. കഴിഞ്ഞ എന്റെ പ്രസംഗത്തിന്റെ CD, അതിൽ ഞാൻ നാരിയത്ത് സലാത്തിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞു. കാരണം നാരിയത്ത് സലാത്തിലുള്ളവൻ നരകത്തിലാണെന്ന് മൗലവിമാര് പറഞ്ഞു. നേതാവിന്റെ പ്രസ്താവന കേട്ടോളി, നാരിയത്ത് സലാത്തിലാൻ പാടില്ല. കാരണം നമ്മുടെ നേതാവിന്റെ മദ്ഹ നാരിയത്ത് സലാത്തിന്റെ പുറമെ അത് മൂപ്പർക്ക് കേട്ടൂടല്ലോ എന്ന് വെച്ചോട്ടാ പോലെ. നരകത്തിൽ കടന്നത് സലാത്താണ് വേണമെങ്കിൽ അതിന് പറയാവുന്ന അർത്ഥം. അതിനെ വിമർശിച്ചുകൊണ്ട് നിങ്ങളൊക്കെ പോകുന്ന സ്ഥലമാണത്. മനസ്സിലായില്ലേ? നാരിയത്ത് സലാത്ത് മുഖേന നിങ്ങളെ പോലത്തെ അവിടത്തേക്ക് പോകും.
അപ്പൊ എന്തായി? നിങ്ങളെ പോലെ തൊലിക്ക് നരകത്തിൽ കിടക്കാൻ, ഞങ്ങളെ പോലെ തൊലിക്ക് സ്വർഗത്തിൽ കിടക്കാൻ. സാധനം നീ തന്നെ നാരിയത്ത് സ്വലാത്ത്. ഖുർആനും അങ്ങനെ തന്നെ. ഖുർആൻ കൊണ്ട് ഞങ്ങൾ സ്വർഗത്തിലേക്ക്, യഹൂദികളും അതിനെ നിഷേധിച്ചവരൊക്കെ ഖുർആൻ മുഖേന നരകത്തിലേക്ക്. അതങ്ങനെ തന്നെയാണ്. ഏത് നല്ല കാര്യം അങ്ങനെ തന്നെ അല്ലേ? ഒരേ സംഗതി കൊണ്ട് ഒരു കൂട്ടർ നരകത്തിൽ, ഒരു കൂട്ടർ സ്വർഗത്തിൽ. നിങ്ങൾക്ക് കേൾക്കണോ? നമ്മുടെ മുത്തുമാണിക്കല്ല് പറയുന്നുണ്ട് സലാത്തിന്, ആര്യ സലാത്തിനെതിരായിട്ട്. മൂപ്പരേരി പേര് കള്ള സലാത്ത്. നാദാവത്തിന്റെ മൂപ്പര് പറഞ്ഞ കള്ള സലാത്ത് എന്നാ പറയും. നിർച്ചോട്ടാ മോനെ, ഈ കള്ള സലാത്തുകൾ ചൊല്ലണ്ട, നാരിയ സലാത്ത് ചൊല്ലണ്ട, കമാലിയ ചൊല്ലണ്ട, താജുസ്സലാത്ത് ചൊല്ലണ്ട. അങ്ങനെ കുറെ സലാത്തുകൾ ഉണ്ടല്ലോ ഇവർക്ക്. അത് ഇസ്ലാമിലുള്ള സലാത്തല്ല. ഇതാണ് മുജാഹിദുകൾ പറയുന്നത്. ഇതാ മുജാഹിദുകൾ പറഞ്ഞു. ഇവരാണെല്ലാം പറയേണ്ടി. ഇവരാരാ ഇതൊക്കെ പറയാൻ ഏൽപ്പിച്ചത്? നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? ഇവർക്ക് നാരിയത്ത് സലാത്ത് പറ്റുമോ മറ്റു സലാത്ത് പറ്റുമോ? ഇവരെ ഒരു മൗലവി പറയുന്നുണ്ട്, ഞങ്ങളെങ്ങാനും സലാത്ത് ചൊല്ലുന്നാണെങ്കിൽ നമ്മളെ ഹുസൈൻ സലഫിനെ കൂട്ടിയാൽ 10,000 ഉണ്ടാവും. നല്ല സൗണ്ടാണ്. എന്നിട്ട് മൗലവി ഇവിടുന്ന് പറയാ, എന്റെ സൗണ്ടിന്റെ ഗുണം കൊണ്ടാണ് കുറെ ആളുകൾ പാട്ട് വെക്കാൻ വരുന്നത് ആ പേരോട് പറയുന്നത്. സൗണ്ടിന്റെ ഗുണമൊന്നുമല്ല, പേരോടെ ഹക്ക് ഞങ്ങളടുത്തുള്ളത് കൊണ്ടാണ്. നല്ല ഹക്ക. മൗലവി പറയാ അള്ളാഹ്ക്ക് ഇടത്ത് കൈയില്ല, അൽമനാലിൽ പറയാ ഇടത്ത് കൈയുണ്ട്, അള്ളാഹ് ചുരുട്ടി പിടിക്കും ഇടത്തെ കയ്യിൽ. എന്നിട്ട് ഭയങ്കര ഹക്കും. നല്ല ഹക്ക് തന്നെ. ഇത് ഹക്ക. എന്നാ സഹോദര കേട്ടോ, നിങ്ങളെ സൗണ്ടിന് ഗുണമില്ലേ? പറയട്ടെ, മറ്റേ മൗലവി എന്ന് പറയട്ടോ. നിങ്ങൾക്കറിയോ ഹുസൈൻ സലഫിനെങ്ങാൻ സലാത്തിനെ ഏൽപ്പിച്ച് ഞങ്ങളെങ്ങാൻ സലാത്തിലൂടെ കോടിയല്ല വരിക. എന്താ മുമ്പ് രസമുണ്ട്? നിങ്ങളെ കൂട്ടത്തിൽ പോലെ ഒരു ആചാരി ഞങ്ങൾക്ക് സലാത്ത് വാർഷിക ഖലീൽ തങ്ങളെ പോലെ കൊണ്ടെടുക്കാൻ പറ്റിയ ഒരാളാണ് ഹുസൈൻ സലഫി. ഞാൻ കൊണ്ടെടുക്കാറില്ല. വരും പ്രസംഗിക്കുമ്പോ എന്നറിയുമ്പോ അസ്സലാമു അലൈക്കും, സുഖല്ലേ സലഫി? ആ സുഖാണ് സുഖാണ്. വിട്ടോടി. അപ്പൊ സൗണ്ട് ഭയങ്കര സൗണ്ടാണ് പോലും. സലാത്ത് സംഘടിപ്പിച്ചിട്ട് കോടി വരൂന്നാ പറയുന്നത് മൗലവി. മൗലവിമാരെ, ഇനി നിങ്ങൾക്ക് കേൾക്കണോ? സലാത്തിനെ പരിഹസിക്കുന്നത് കാണണോ നിങ്ങൾക്ക്? വേറൊരു മൗലവി സലാത്തിനെ പരിഹസിക്കുന്നത് കാണിച്ചു കൊടുത്താ മനെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്. കണ്ടോ? ഇതാ നിങ്ങളെ മതപ്രവർത്തനം അല്ലേ? നിങ്ങളെ മതപ്രവർത്തനമാണ് ഇതല്ലേ? സലാത്തിനെ പരിഹസിക്കലാണല്ലേ? ഇനി സഹോദരന്മാരെ, ഇപ്പോ ഞാൻ നാരിയത്ത് സലാത്തിനെ സംബന്ധിച്ച് അതിന്റെ അർത്ഥവും ആശയവും ഒക്കെ വിശദീകരിച്ച് കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗിച്ചപ്പോ മൗലവി ഇപ്പം വന്നിട്ട് പറയുന്നു, നാരിയത്ത് സലാത്ത് ചൊല്ലുന്നതിനിപ്പം മൂപ്പർക്ക് കുഴപ്പം പറയുന്നില്ല. പ്രാവശ്യത്തെ പ്രസംഗത്തിന് എന്താ പറയുക? നിങ്ങൾ പ്രത്യേകം പുണ്യം നിശ്ചയിക്കുന്നു, ക്രമം നിശ്ചയിക്കുന്നു, എണ്ണം നിശ്ചയിക്കുന്നു, അവിടെയാ പ്രശ്നം. എന്നാ പിന്നെ മൗലവി, ഞങ്ങൾ 4444 ഞങ്ങൾ എണ്ണം നിശ്ചയിക്കുമ്പോ നിങ്ങൾ 4443 ചൊല്ലിക്കോ. ഞങ്ങൾ പറയുന്ന എണ്ണങ്ങൾ ചെല്ലണ്ട, എണ്ണത്തിലല്ലേ നിങ്ങൾ കുഴപ്പോ. പിന്നെ ഞങ്ങൾ സമയം നിശ്ചയിക്കുന്ന പ്രശ്നം, ഞങ്ങൾ രാവിലെ ചൊല്ലുമ്പോൾ നിങ്ങൾ വൈകുന്നേരം ചൊല്ലിക്കോ. അല്ല പിന്നെ എന്താ നിങ്ങളെ പ്രശ്നം? ടൈം ടേബിൾ ഉള്ളതാണോ പ്രശ്നം? എന്നാ മൗലവി, നിങ്ങളെ കോളേജിലും മദ്രസയിലൊക്കെ ടൈം ടേബിൾ ഇല്ലേ? സമയം നിശ്ചയിച്ച് ഖുർആൻ ഓതുന്നില്ലേ? 15 മിനിറ്റ് കുട്ടികൾ രാവിലെ ഖുർആൻ ഓതണം പാസ്സാക്കുന്നില്ലേ? അങ്ങനെ റസൂലുള്ള 15 മിനിറ്റ് പാസ്സാക്കിയിട്ടുണ്ടോ? ടൈം ടേബിൾ ഉണ്ടോ? റസൂലുള്ള ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? അതിനൊന്നും മറുപടി പറയാതെ നിങ്ങൾ എവിടത്തേക്കാ പോകുന്നത് മൗലവി? ഏതായാലും നിങ്ങൾ സലാത്ത് അംഗീകരിച്ചല്ലോ. ഇപ്പൊ മൂപ്പരെന്താ പറയുന്നതെന്നറിയോ? സുബ്ഹാന ജല്ല ജലാലു. മൂപ്പരിപ്പ സലാത്തിന് മൂപ്പർക്ക് കുഴപ്പമില്ല. മുമ്പ് മൂപ്പര് പറഞ്ഞു സയ്യിദിനാന്ന് റസൂലുള്ളാഹിന്റെ സലാത്തിൽ പറയാൻ പാടില്ല. ഞാൻ KM മൗലവി തന്നെ സയ്യിദിനാന്ന് എഴുതിയതങ്ങ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞ പ്രസംഗത്തിൽ. ഇപ്പൊ മൂപ്പർക്ക് അതിന് കുഴപ്പമില്ല, മൂപ്പർക്ക് അതിന് എതിർപ്പില്ല. പിന്നെയോ ഇപ്പൊ മൂപ്പർ എന്താ പറയുകയോ? റസൂലുള്ള പഠിപ്പിച്ച ആശയങ്ങളുള്ള സലാത്തിന് കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ആശയങ്ങൾ ഉള്ളത് മാത്രമേ നമുക്ക് പാടുള്ളൂ. അപ്പൊ റസൂലുള്ള നേതാവാന്നുള്ള റസൂലുള്ള പഠിപ്പിച്ച ആശയ അതിന് കുഴപ്പമില്ലാതെ ഇപ്പൊ സമ്മതിച്ചില്ലേ മൗലവി? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇയാൾ ബഹ്റൈനിൽ പോയിട്ട് ചോന്ന തട്ടവിട്ട് പ്രസംഗിച്ച് 7 വാചകം കൊണ്ടേ സലാത്തില്ലാൻ പാടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം 3 സലാത്ത് 7ന്റെ പുറത്ത് അയാൾ എന്നെ ഞാനങ്ങ് കേൾപ്പിച്ചു കൊടുത്തു. സക്കരിയ സലാഹിന്റെ വേറെ കേൾപ്പിച്ചു കൊടുത്ത്, അബ്ദുൽ ഖാദർ മൗലവിന്റെ വേറെ കേൾപ്പിച്ചു കൊടുത്തു, ഉമർ മൗലവിന്റെ വേറെ കേൾപ്പിച്ചു കൊടുത്തു.
ചോന്ന തട്ട വിട്ടിട്ട് അത് പ്രസംഗിക്കത്തോട്ടുള്ളൂ. മൗലവി പറയുന്നത് സയ്യിദിനെ പറ്റൂല. എന്നിട്ട് മൂപ്പർ ഒന്നും കൂടി പറയുന്നുണ്ട്, ഏഴോളം വാചകണ്ട് സലാത്തിന്, 7ഓളം വാചകത്തിലെ സലാത്ത് പറ്റൂ, വേറെ വാചകമൊന്നും സലാത്തിന് പറ്റൂല. മൂപ്പർ ഇബ്രാഹിമിയ സലാത്തിന്റെ വാചകം പറഞ്ഞിട്ട് പറയാ. ഇബ്രാഹിം സലാത്തിന്റെ ലാസ്റ്റ് ഭാഗം വെച്ചിട്ട് സമയം പോട്ട, ലാസ്റ്റ് ഭാഗം വെച്ചിട്ട് ആ പ്രസംഗം കേൾപ്പിച്ചെടുത്ത മൗലവി പറയുന്നത് സ്വലാത്തിന്റെ ഒരു രൂപമാണത്. 7ഓളം രൂപങ്ങളിൽ സഹിഹായ നിലക്ക് സ്വലാത്തുകൾ വേറെയും വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അത് മറ്റൊരു രൂപമാണ്. അങ്ങനെ 7ഓളം രൂപത്തിൽ വന്നിട്ടുണ്ട്. ആ രൂപങ്ങളിൽ ഏതും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ ആ കൂട്ടത്തിലൊന്നും ഒരു സയ്യിദിനെ കാണാൻ നമുക്ക് കഴിയുന്നില്ല കേട്ടോ. 7ഓളം വാചകങ്ങളിലെ സലാത്ത് പറ്റുള്ളൂ, അവിടെ ഒന്നും സയ്യിദിനൊട്ടില്ലതാരും. സയ്യിദിനാന്റെ അർത്ഥം എന്താ? ഞങ്ങളെ നേതാവ്. ഓ, ഇവരെ നേതാവല്ലല്ലോ. ഇവരെ നേതാവ് നമ്മളെ സൂന്നറമോ പാറുന്ന നേതാവല്ലേ. ഞങ്ങളുടെ നേതാവ് AP അബ്ദുൽ ഖാദർ മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യനാ. മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യൻ ഊതിയ പറഞ്ഞു. അവരുടെ മൂപ്പർക്ക് പിടിക്കുന്നില്ല, സയ്യിദിനാന്ന് പറയുന്നത് പിടിക്കുന്നില്ല. അതാ പ്രശ്നോ. മൗലവി എന്നെ തുറന്നു പറഞ്ഞില്ലേ, സയ്യിദിനെ കാണുന്നില്ല. എന്നാൽ സഹോദരന്മാരെ, നിങ്ങൾ നോക്കൂ, മുജാഹിദിന്റെ മൗലവിമാരെ ഞാനിവിടെ പിടിച്ചു കെട്ടു എന്ന് വെറുതെ പറഞ്ഞതല്ല. KM മൗലവി എഴുതിയ, നിങ്ങളെ കേരള ജമിയത്തുൽ പണ്ഡിത സംഘടന പ്രസിദ്ധീകരിച്ച അൽ വിലായത്ത് വൽ കറാമ, അതാ ഞാൻ സ്ക്രീനിൽ വെക്കുന്നു. മൗലവിമാരെ നോക്കൂ, വായിക്കൂ മൗലവിമാരെ, എന്താ അതിലുള്ളത്? നിങ്ങളെ KM മൗലവി അതാ സയ്യിദിനെ കൂട്ടിയിട്ട് സലാത്തി ചൊല്ലിയിട്ട് നിങ്ങളെ പണ്ഡിത സംഘടന പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? പണ്ഡിത സംഘടന പിരിച്ചുവിടൂ മൗലവി. കേരള ജമിയത്തുൽ പിരിച്ചുവിട്. പണ്ഡിത സംഘടന പ്രസിദ്ധീകരിച്ചാണ് സയ്യിദിന മുഹമ്മദ്. പിരിച്ചുവിട്. എന്നിട്ട് വാദാവരത്തെ ചാർജ് ചെയ്ത് ടിക്കറ്റ് എടുത്തിങ്ങ് വന്നാ പോരാ. ടിക്കറ്റ് എടുത്തിയ മുതലാളിമാര് ജമ്മു മുജാഹിദീങ്ങൾ പറ്റിച്ചിട്ടുണ്ടാവും. അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. ഈ സാധാരണക്കാരെ എത്രയാണ് ഇവർ പറ്റിച്ചത്, പേഴിപ്പിച്ചത്? നിങ്ങൾ പണ്ഡിത സംഘടന പ്രസിദ്ധീകരിച്ചതാണ്, അതിൽ സയ്യിദിനുണ്ടല്ലോ, ഞാൻ പിരിച്ചുവിട്ടൂടെ? ഇനി ഇതാ നിങ്ങളെ പത്രയിലെ അൽ മുർഷിദിലതാ എന്താ ഉള്ളത് കേട്ടോ. നിങ്ങൾ 7ഓളം വാചകേ പറ്റൂന്നില്ലേ? കേട്ടോ. വനുസല്ലി വനുസല്ലിമു അലാ മൻ അർസലതഹു റഹ്മതൻ ലിൽ ആലമീൻ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ യത്തബിഹു ഫിർ റുസ്ദി വൽ ഇർസാദി ഇലാ യൗമിദ്ദീൻ. നിങ്ങൾ അൽ മുർഷിദ് 938 മെയ്. കേട്ടോ. വിശേഷിക്കാൻ കഴിയുമോ? സയ്യിദിനെ പറ്റൂലല്ലേ? നാരിയ സലാത്ത് നരകത്തിലല്ലേ? ഇനിയും കേട്ടോ, തീർന്നിട്ടില്ല. ഇനി നിങ്ങൾ കേട്ടോ, നമ്മളെ മറ്റേ മൗലവി, ഇയാളെ കൂട്ടുകാരനുണ്ടല്ലോ, എല്ലാ മൗലവിനും ഇവിടെ ശരിയാക്കുന്നില്ലേ പറഞ്ഞു. സക്കരിയ പറയുന്നത് എന്താണെന്നറിയോ? സലാത്ത്, നമ്മളെ സലാത്തൊന്നും പറ്റാത്തതിന്റെ കാരണം സക്കരിയ തെഹ്കീഖ് ആക്കുന്നുണ്ട്. ആ തെഹ്കീഖ് ഒന്നും കേട്ടോ. സക്കരിയാന്റെ തെഹ്കീഖ് നാരിയ സലാത്ത് അതൊക്കെ ഉള്ള തന്നെയാണ്. എന്നാ ഒരു ഹദീസിന്റെ കിതാബില ഒന്ന് കാണിച്ചോണ്ടാ. ഏത് ഹദീസിന്റെ കിതാബിലാ ഈ നാരിയത്ത് സലാത്ത് ഉള്ളത്? സുഹൃത്തുക്കളെ, നാരിയത്ത് സലാത്ത് എന്ന സ്വലാത്തിനെ സംബന്ധിച്ച് സ്വലാത്തൊരു ഇബാദത്താണ്. അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്നതല്ലാത്ത ഒന്ന് നമ്മളെ വകയായിട്ട് പുതിയ സലാത്ത് ഉണ്ടാക്കാൻ പാടില്ല. വിഷയം മനസ്സിലായി നിങ്ങൾക്ക്? റസൂലുള്ള കാണിച്ചല്ലാത്തൊരു സലാത്ത് ഉണ്ടാക്കാൻ പാടില്ല. എന്നാൽ നിങ്ങൾ അൽ വിലായത്ത് വൽ കറാമയിലെ സലാത്ത് റസൂലുള്ള കാണിച്ചിട്ടുണ്ടോ? അൽ മുർഷിദിലെ സലാത്ത് കാണിച്ചിട്ടുണ്ടോ? അതിലൊക്കെ സയ്യിദിനെയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറ്റും, ഞമ്മക്ക് പറ്റൂല. അതെന്താ മൗലവി? അതേതാ മതം? നിങ്ങൾക്ക് പറ്റും, ഞങ്ങൾക്ക് പറ്റൂല. അതേതാ മതം? നിങ്ങൾ മുസ്ലിമീങ്ങൾ നാരിയത്ത് സലാത്ത് പോലത്തെ സലാത്ത് ചൊല്ലുന്ന മുടക്കാൻ വേണ്ടി പറഞ്ഞ വാചകാണ്. അതാ വിഷയോ. ഞങ്ങൾക്ക് തിരിയാഞ്ഞിട്ടല്ല. എനിക്ക് കേട്ടോ, ഇവിടെ നിന്നൊന്നും നിർത്തൂല. ഞാൻ സർവ്വ മൗലവിമാരെ കൊണ്ടും സലാത്ത് ചെല്ലിക്കുന്നു. ഏഴല്ലാത്ത സലാത്ത്, റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത സലാത്ത് മൗലവിമാരെ നാവ് കൊണ്ട് ചെല്ലിക്കാൻ പോവാണ്. എല്ലാരും കേട്ടോളി. ആദ്യമായിട്ട് കാടസൻ സലാത്ത്. കാടസൻ തന്നെ 3 സലാത്ത് ആരെ കൊണ്ടാ ചെല്ലിക്കുന്നത്? മുത്തുമാണിക്കല്ലിനെ കൊണ്ട് ചെല്ലിക്കാം. മുത്തുമാണിക്കല്ല് 3 സലാത്ത് ചെല്ലിപ്പോ. ആ 3 ഹദീസിന്റെ കിതാബിൽ കാണിച്ചു തരാൻ ഞാൻ വെല്ലുവിളിക്കുന്നു സർവ്വ മൗലവിമാരെ. ആ മുത്തുമാണിക്കല്ലൊന്ന് ചെല്ലട്ടെ.
والصلاة والسلام على رسول الله وعلى آله وأصحابه المجاهدين في سبيل الله. അത് ഏത് ഹദീസിന്റെ കിതാബിലാ ഉള്ളത് മൗലവി? ഒന്ന്. രണ്ടാമത്തെ കേട്ടവനെ അത് മിമ്പർ മതിയല്ലേ. والصلاة والسلام على أشرف المرسلين نبينا محمد صلى الله عليه وسلم وعلى آله وأصحابه المجاهدين الفائزين. അത് ഏത് ഹദീസിന്റെ കിതാബിലാ ഉള്ളത്? മൂന്നാമത്തെ വരട്ടെ. والصلاة والسلام على أشرف الأنبياء والمرسلين. അത് ഏത് അത് ഇവിടുത്തതാ? കാസർഗോഡ് വഴിയാ. അപ്പോ 3 സ്വലാത്ത് ഞാൻ നമ്മളെ മുത്തുമാണിക്കല്ലിനെ കൊണ്ട് ചൊല്ലിച്ചിട്ടുണ്ട്. ആ 3ന്റെയും റിപ്പോർട്ട് അടുത്ത വരവിന് പറയണം സലഫി. നിങ്ങൾക്ക് ഹദീസിലെ കിതാബിലില്ലാത്ത സ്വലാത്തില്ല പറ്റുമോ? ഒന്ന്. ഇനി നമ്മളെ സക്കരിയാനെ കൊണ്ട് ചൊല്ലിക്കട്ടെ ഒരു 2 എണ്ണം. സക്കരിയാനെ കൊണ്ട് ഞാൻ 2 സ്വലാത്ത് ചൊല്ലിക്കുന്നുണ്ട്. അത് ഹദീസിന്റെ കിതാബിൽ സക്കരിയ ഒന്ന് കാണിച്ചു തരണേ. സക്കരിയാന്റെ അനുയായികളും കാണിച്ചു തരണേ. ഒന്ന് ചൊല്ലിച്ചാട്ടവനെ ഒന്ന് വരട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അത് ഈ മൂപ്പര് ഡയറി നോക്കി ഇത് വായിച്ചില്ലേ? ഇത് റസൂലുള്ളാഹി ചൊല്ലിയ സലാത്തേ പാടുള്ളൂ. അതിന്റെ ലാസ്റ്റ് ചൊല്ലിയ സലാത്താണിത്. അപ്രസംഗത്തില് അതേ പ്രസംഗത്തിൽ ചൊല്ലിയ സലാത്താണിത്. ഏത് ഹദീസിന്റെ കിതാബാ മൗലവി? കൊണ്ടുവാ ഹദീസിന്റെ കിതാബ്. ഒന്ന് കൂടി വസല്ലല്ലാഹു അലാ റസൂലിനൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബതിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ സലാത്ത് ഏത് ഹദീസിന്റെ കിതാബിലാ മൗലവി? കൊണ്ടുവാ ഹദീസിന്റെ കിതാബ്. ഇനി നമ്മൾ ആരെ കൊണ്ടാ ചൊല്ലിക്കുന്നത്? ഇനി നമ്മളെ ഊതിയാപ്പാർന്ന മൗലവിനെ കൊണ്ട്, നേതാവിനെ കൊണ്ടൊന്ന് ചൊല്ലിക്കാം. നമ്മളെ നാരിയ സലാത്ത് നരകത്തിലാന്റെ AP അബ്ദുൽ ഖാദർ മൗലവില്ലേ? ഊതിയാപ്പാർന്ന നമ്മളെ നേതാവ്, കറുത്ത നേതാവ്. ആ മൗലവിനെ കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, കറുത്ത നേതാവ് അയാൾ പറഞ്ഞാണ്. ആ മൗലവിനെ കൊണ്ട് ചൊല്ലിച്ചവനെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ. അത് ഏത് ഹദീസിന്റെ കിതാബിലുള്ളത് മൗലവി? ഇനി നമ്മളെ ഇവരെ പ്രസിഡന്റ് ഉണ്ട്. ഇയാള് പറയുന്നുണ്ട് ഇവിടുന്ന് താടിക്ക് ഭയങ്കര നീളം വേണം, ജനങ്ങളെ പിടിച്ചാൽ ഇങ്ങനെ കിട്ടുന്നതിന്റെ അത്രയും നിങ്ങൾ നിർബന്ധമായും വെക്കണം മൗലവി. ജനങ്ങളെ മുപ്പര ചേറ്റി പോലത്തെ സ്ഥലത്തുനിന്ന് മുപ്പര നീണ്ട വയലാണ്. എന്നാൽ പ്രസിഡന്റിന്റെ താടി ഒന്ന് കണ്ടോളി. പ്രസിഡന്റ് KNM-ന്റെ കേരള പ്രസിഡന്റ് താടിയുടെ നീളം ഒന്ന് കണ്ടോളി. ആ മൗലവി ചൊല്ലുന്ന സലാത്ത് ഒന്ന് കണ്ടോളി. പ്രസിഡന്റിനെ കൊണ്ട് ചൊല്ലിക്കിട്ട ഒരു സലാത്ത്, ഹദീസിലില്ലാത്ത സലാത്ത് ചൊല്ലട്ട പ്രസിഡന്റ് വെക്കുവാനെ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. പ്രസിഡന്റിന്റെ സലാത്ത്. ഈ പ്രസിഡന്റ് പറഞ്ഞത് എന്ത്? നിങ്ങൾ ശരിയും തെറ്റൊന്നും നോക്കണ്ട, നിങ്ങൾ പടച്ചോന്റെ അടുത്തൊന്നും പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മളായിക്കോളൂ. ഭയങ്കര സ്വാധീനായി കേട്ടു പടച്ചോന്റെ അടുക്കൽ. അതൊന്ന് വെച്ചു കൊടുക്കായോ? ഈ കാര്യം നാം പ്രത്യേകമായി ഓർക്കണം. നാം ഒരു പ്രതിസന്ധിയിലാണ്. നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. ആ നേതൃത്വം എടുത്ത തീരുമാനം അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അവരിൽ ചുമത്താൻ നാം തയ്യാറാവുക. പരലോകത്തെ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബേ ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിനെ പിന്തുടർന്നത്, ഞങ്ങൾക്ക് അതുകൂടായിരുന്നു, ഈ പണ്ഡിതന്മാരാണ് ഞങ്ങൾ വഴിവേൽപ്പിച്ചത് എന്ന് നിങ്ങൾ പറയുക. അത് ഏറ്റെടുക്കാൻ കേരള ജനറേറ്റർമാർ തയ്യാറാണ് എന്ന കാര്യം ഞാനിവിടെ പറയട്ടെ. കേട്ടില്ലേ? അപ്പൊ മൂപ്പര് ഏറ്റെടുക്കും. പിന്നെ മറ്റേ പോലെ പറഞ്ഞത് ഏറ്റെടുക്കാൻ കഴിയൂല. അത് കൂടെ വെച്ചെടുത്താലേ പൂർത്തിയാവും. ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തോണ്ടു ഞാൻ ഏറ്റോളും ഏൽക്കും. അവനാന്റെ കാര്യം തന്നെ അവിടെ കഷ്ടായിരിക്കും. മതി, ഉറപ്പല്ലേ കഷ്ടായിരിക്കും. ഇങ്ങനെ തോന്നിയാസം പറഞ്ഞാ പിന്നെ കഷ്ടായിരിക്കും എന്ന് പറയേണ്ടിണ്ടോ? ഇനി സഹോദരന്മാരെ, ഒരു സലാത്ത് കൂടി ഉണ്ട്. ഉമർമൗലവിന്റെ സലാത്തിരിക്കാൻ നമുക്ക് ഉമർമൗലവിന്റെ സലാത്ത് ഒന്നും ഇല്ലട്ടെ. അതുകൂടെ നോട്ടെ, സലാത്ത് ഒന്ന് ഉമർമൗലവിന്റെ സലാത്ത് തിരിച്ചാളാം. അത് ഉമർമൗലവിന്റെ സലാത്ത. ഈ പറഞ്ഞ ഞാനിപ്പോ 3, 2, 5 3, 2, 5, 6, 7, 8 സലാത്ത് ഇവിടെ കേൾപ്പിച്ചിട്ടുണ്ട്. മുജാഹിദിന്റെ മൗലവിമാരെ സലാത്ത്. ഈ 8 നിങ്ങളുടെ ഹദീസിന്റെ കിതാബ് ഞങ്ങൾ മുമ്പ് തെളിയിക്കണം. എന്നിട്ട് വേണം നിങ്ങൾ നാരിയത്ത് സലാത്തിനെ സംബന്ധിച്ച് ഇനി നാവനക്കാന് കേട്ടോ. നാവ് പൊക്കുന്നതിന് മുമ്പ് ഈ 8 സലാത്തിന് ഹദീസ് കൊണ്ട് തരണം. നിങ്ങളെ മൗലവിമാർ ചെയ്യുന്ന സലാത്ത്
ആ നാരി സ്ഥലത്ത് കള്ള സ്ഥലത്ത് അല്ലേ? എല്ലാ മൗലവിമാരും റസൂലുള്ളാഹിന്റെ ഹദീസിൽ ഇല്ലാത്ത സലാത്തിലെ കേൾപ്പിച്ചു കൊടുത്ത്. ഇപ്പൊ മൗലവി പറയുന്നത് ആശയം കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ആശയം കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി 30 മിനിറ്റ് പറയാ. ഞാൻ ചോദിച്ചു, നിങ്ങൾ അൽമനാർ റസൂലുള്ള വായിച്ചിനോ, സഹാബത്ത് വായിച്ചിനോ? 30 അൽമനാർ ഒരു പ്രാവശ്യമല്ലേ വായിക്കുള്ളൂ, നിങ്ങൾ സലാത്ത് ഒന്നിലധികം ചൊല്ലുന്നില്ലേ? ഭയങ്കര മറുപടി കേട്ടോ. എവിടെയെങ്കിലും പറഞ്ഞോ അൽമനാർ ഇത്ര തവണ വായിച്ചു തീർത്താൽ നിങ്ങൾക്ക് ജോലി കിട്ടും? എന്നാ മൗലവി അൽമനാർ 2 പ്രാവശ്യം വായിച്ചാൽ ഹറാമാണെന്ന് നിങ്ങൾ ഫത്വ കൊടുക്കോ? 3 പ്രാവശ്യം വായിച്ചാൽ ഹറാമാണെന്ന് ഫത്വ കൊടുക്കോ? അങ്ങനെ പറഞ്ഞൊരു മൗലവി നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഒരു മൗലവി അറിഞ്ഞതറിയോ, 99 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് തന്നെ ഇസ്ലാം എന്ന് പുറത്തു പോകും. അത് കേൾക്കണം നിങ്ങൾക്ക്? അത് കേൾപ്പിച്ചെടുത്തവനെ. ഒരാൾ ലോറി നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഇത് 33 വട്ടമാണ്. എല്ലാവർക്കും അറിയാം, ലോകത്തൊരു മുസ്ലിമിന് എതിരെ അഭിപ്രായമില്ല. ഒരാള് നമ്മളോട് ചോദിക്കണേ, ഇക്കാക്ക സുബ്ഹാനല്ലാഹ് എന്നതിന്റെ അർത്ഥം എന്താ? ഓ അള്ളാഹു എത്ര പരിശുദ്ധനാണ് ആണോ? ആ അതെ. സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് നല്ലതാണോ? ആ നല്ലതാണ്. എന്നാലേ ഞാൻ എല്ലാ ഫർദ് നിസ്കാരത്തിനും 99 വട്ടം ചൊല്ലു ഓരോ ദിക്റും എന്ന് അയാൾ തീരുമാനിച്ചാലോ അവസ്ഥ കഥ കഴിഞ്ഞു. അയാളെ കഥ കഴിഞ്ഞു, ഞാൻ കഥ കഴിക്കുന്നല്ല, അയാളെ കഥ കഴിഞ്ഞു. ഇസ്ലാം എന്ന് പുറത്തുപോയി. കേട്ടില്ലേ? അപ്പൊ 99 പ്രാവശ്യം ഒരാള് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ ഇസ്ലാം എന്ന് പുറത്തുപോയി. എന്താണ് ഇവരൊക്കെ വിവരോ? സുബ്ഹാനല്ലാഹ് 99 100 പറഞ്ഞ ഇസ്ലാം എന്ന് പുറത്തു പോവോ മൗലവി? നിസ്കാരത്തിന് ശേഷം 33 സുബ്ഹാനല്ലാഹ് പ്രത്യേകം സുന്നത്തുണ്ട്. അത് 33 തന്നെ ചൊല്ലൽ പ്രത്യേകം പുണ്യമാണ്. പക്ഷെ ഒരാളൊരു 99 ചൊല്ലിയ ഇസ്ലാം എന്ന് പുറത്തു പോവൂല, ഹറാമാവൂല. അദ്ദേഹം ആ 99 ഞാൻ ചൊല്ലുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് ഇസ്ലാം എന്ന് പുറത്തു പോകും എന്ന് ലോകത്തൊരു മനുഷ്യനും ഒരു ബുദ്ധിയുള്ളവനും പറയൂല. ഇനി സഹോദരന്മാരെ, ഞാൻ ചോദിച്ചവരോട് 5 കൊല്ലത്തിലെടുക്ക് നിങ്ങൾ ഒരു സമ്മേളനം നടത്തുന്നു, ഏത് കുളത്തിലാ റസൂലുള്ള നടത്തിയത്? ചങ്ങരം കുളത്താണോ എന്ന് ഞാൻ ചോദിച്ച്. മറുപടി പറഞ്ഞോ മൗലവി, 5 കൊല്ലത്തിലേക്ക് റസൂലുള്ള സമ്മേളനം നടത്താറുണ്ടോ? നിങ്ങൾക്ക് റസൂലുള്ള യാത്ര ചെയ്യാൻ പറ്റൂല എന്നല്ലേ? ഇനി ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നു, അള്ളാന്റെ റസൂല് ഖതീബിനെയും ഖാദിയാനെയും കൂട്ടിയിട്ട് നിക്കാഹിന് പോകാറുണ്ടോ? സഹാബത്ത് ഖതീബിനെയും കൂട്ടി നിക്കാഹിന് പോകാറുണ്ടോ? നിങ്ങൾ മൗലവിമാരും മുജാഹിദീകളും തല നിങ്ങൾ മറക്കൂല, മൗലവിനെയും കൂട്ടി നിക്കാഹിന് പോകുന്നത് കാണുന്നുണ്ട്. അള്ളാന്റെ റസൂല് എപ്പോഴെങ്കിലും ഒരു ഖതീബിനെയും കൂട്ടി നിക്കാഹിന് പോയ സംഭവം റസൂലുള്ളാഹിന്റെ ജീവിതത്തിലുണ്ടോ? സഹാബത്തിന് അങ്ങനെ ഒരു പതിവുണ്ടോ? ഇതെവിടെന്നാണ് ഈ ബിദഅത്ത് വന്നത്? ഞങ്ങൾക്ക് ചെയ്യുന്നതിൽ തെറ്റില്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മതി, തെളിവ് കിട്ടിയാൽ മതി. നിങ്ങൾക്ക് അതുപോലല്ല ഒക്കെ റസൂലുള്ള ചെയ്യണ്ടേ? എന്റെ ചോദ്യമാണ്, മുജാഹിദിൻ മൗലവിമാരെ മറുപടി പറയണം. നിങ്ങൾ ഖാദിയാരെയും കൂട്ടിയിട്ട് നിങ്ങളെ ഖതീബിനെയും കൂട്ടിയിട്ട് നിക്കാഹിന് പോകുന്ന ഏർപ്പാടുണ്ടല്ലോ, അള്ളാന്റെ റസൂൽ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? സിദ്ദീഖുൽ അക്ബർ ചെയ്തിട്ടുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് ചെയ്തിട്ടുണ്ടോ? അലി ഇബ്നു അബി താലിബ് ചെയ്തിട്ടുണ്ടോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചെയ്തിട്ടുണ്ടോ? മൗലവിമാരെ മറുപടി പറ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ മൗലവി പറയുന്ന ഒരു സംഗതി? ഖലീൽ തങ്ങളെ പിടിച്ച് കെട്ടിയിട്ട് വെള്ളം കൊണ്ടുപോയിട്ട് കുളിപ്പിച്ചിട്ട് ഭക്ഷണം അവിടെ കൊണ്ട കൊടുക്കണോ ഒരു മൗലവി പറയാ. എന്താ കാരണോ? ഖലീൽ തങ്ങൾ പിരിവെടുക്കുന്നു. അതാണ്. അതൊന്ന് കേട്ടോളൂ നിങ്ങൾ, എന്നിട്ട് ഞാൻ അതിന്റെ മറുപടി കേൾപ്പിച്ചു തരാം. ചങ്ങായിമാരെ, ഇവർ നിങ്ങളോട് ഒന്നും വാങ്ങുന്നില്ലല്ലോ, ഇവർ നിങ്ങളോട് പ്രത്യേകമാകുന്നില്ലല്ലോ. നിങ്ങൾക്കറിയുമോ, മലപ്പുറത്തെ സലാത്ത് നഗറിൽ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷത്തെ സലാത്ത് നഗറിൽ എത്ര കേഷ് കൗണ്ടർ ഉണ്ടായിരുന്നു? 62 കേഷ് കൗണ്ടർ ഉണ്ടായിരുന്നു. ചാക്കിൽ കെട്ടിയിട്ടാണ് 1000ന്റെ നോട്ട് ലോറി കയറ്റി കൊണ്ടുപോയത്. ചാക്കിൽ കെട്ടിയിട്ട് അവിടെ വരുന്ന 2-3 ലക്ഷം ജനങ്ങളോട് പറയാ, ആ നിന്ന അത്രയും അടിക്കില്ല പൈസ. അപ്പോ എറണാകുളത്ത് MG റോഡിൽ 60 ലക്ഷം രൂപ അവിടുത്തെ ഒരു സെന്റിന്. അപ്പൊ പാവപ്പെട്ടവൻ എറണാകുളത്തുകാരൻ അന്ന് ഇന്ന സ്ഥലത്ത് എറണാകുളത്തിന്റെ വില കൊടുക്കണ എത്ര ഉണ്ടാവും? സത്യത്തിൽ സാധിക്കുമെങ്കിൽ യുവാക്കളോട് ഇത്തരം ആളുകളെ ചങ്ങലക്ക് പിടിച്ച് ബന്ധിപ്പിച്ചിട്ട് മരിക്കണവരെ ഭക്ഷണം അവിടെ കൊണ്ടു കൊടുക്കുക, നല്ല ഡ്രസ്സ് അവിടുന്ന് കുളിപ്പിക്കുക, പുറത്തേക്ക് ഇറക്കരുത്. എന്നാൽ ഒരുപാട് ആൾ കേരളത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ ഈ മനുഷ്യ സമുദായത്തിലെ ബഹുഭൂരിപക്ഷവും നരകം. അപ്പൊ ഖലീൽ തങ്ങളെ പോലത്തെ ആളുകളെ പിടിച്ച് കെട്ടിയിട്ട് ഭക്ഷണം കൊണ്ടുപോയി അടുത്ത് കുളിപ്പിക്കുക, എന്നാ കുറെ ആൾ സ്വർഗത്തിലേക്ക് ഉണ്ടാവും. എന്നാൽ സഹോദരന്മാരെ, അപ്പൊ ഇവര് പിരിവെന്നെടുക്കൂല എന്നല്ലേ പറഞ്ഞത്?
ഇതേ മൗലവി പെണ്ണുങ്ങളോട് പിരിവെടുക്കുന്നത് കേട്ടോളിങ്ങള്. എങ്ങനെയാ പിരിവെടുക്കുന്നത് അറിയോ? സ്വർണം വേണോ സ്വർഗം വേണോ? മൗലവി ചോദിക്ക, സ്വർണം വേണോ സ്വർഗം വേണോ? മൂപ്പര കയ്യിൽ സ്വർഗവും പിടിച്ചിട്ടാ ചോദിക്കുന്നത്. എന്നിട്ട് പിരിവെടുക്കുന്നത് നിങ്ങളൊന്ന് കണ്ടോ? എന്നിട്ട് ഞാൻ അതിന്റെ ബാക്കി കൂടി കേൾപ്പിച്ചു തരാം. സ്ത്രീകൾ പലപ്പോഴും ക്ലാസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് പൈസ കൊണ്ടുവരില്ല. ഒന്നുകൊണ്ടും ബേജാറാണ്ട. കയ്യിന്റെ 2 വിരലിലുള്ള മോതിരം, കൈത്തണ്ടയിലുള്ള വള, കഴുത്തിലുള്ള മാല, അരയിൽ തൂക്കിയ അരഞ്ഞാണം, ഇതൊക്കെ ആഭരണമാണ്, ഇതൊക്കെ സ്വർണമാണ്, ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റുണ്ടേ അവിടെ ഇടുക. 1 പവൻ, 2 പവൻ, 5 പവൻ. ഇത് വെറുതെ പറയല്ല, സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. എന്താണ് സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കുക. എന്താ വേണ്ടത്? സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. എന്നിട്ട് മനസ്സിലായില്ലേ? സ്വർഗം വേണമോ സ്വർണം വേണമോ എന്ന് ആലോചിച്ചിട്ട് അരഞ്ഞാണോ കഴുത്ത് കിട്ടുന്നൊക്കെ മൂപ്പര ബക്കറ്റിൽ ഇട്ട് കൊടുക്കുക പെണ്ണുങ്ങള്. എന്നാ തീർന്നില്ല. ഇതേ മൗലവി പറയുന്നു, വലിയ സംഖ്യ ഉണ്ടെങ്കിൽ, ഇതൊക്കെ പവന് കണക്കിന് ഇപ്പൊ പറഞ്ഞു, വലിയ സംഖ്യ ഉണ്ടെങ്കിൽ എന്റെ അഡ്രസ് വാങ്ങിയിട്ട് ടെലിഫോൺ നമ്പർ വാങ്ങിയിട്ട് എനിക്ക് എത്തിച്ചേരുക. അതൊന്ന് കേട്ടോളൂ. വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അത് അയച്ചു തരിക. ഒരു വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ട് നമ്പർ വാങ്ങി അഡ്രസ് വാങ്ങി അത് അയച്ചു തരിക. കേട്ടില്ലേ? അപ്പൊ വലിയ സംഖ്യ തരാൻ ഉദ്ദേശിക്കുന്നവർ ഞാനുമായി ബന്ധപ്പെട്ടിട്ട് അഡ്രസ് വാങ്ങി നമ്പർ വാങ്ങി അയച്ചു തരിക. അപ്പൊ ഖലീൽ തങ്ങൾ എന്തായാലും വേണ്ടത്? ചങ്ങലക്ക് പിടിച്ച് ബന്ധിപ്പിച്ചിട്ട് മരിക്കണവരെ ഭക്ഷണം അവിടെ കൊണ്ടു കൊടുക്കുക, നല്ല ഡ്രസ്സ് അവിടുന്ന് കുളിപ്പിക്കുക, പുറത്തേക്ക് ഇറക്കരുത്. മൗലവിന് എന്താ വേണ്ടത്? ചങ്ങലക്ക് ഇട്ടിട്ട് പുല്ലും വെള്ളവും കൊണ്ടു കൊടുക്കുക. ഇനി സഹോദരന്മാരെ, ഇവിടെ വന്ന മൗലവി പറയുന്നുണ്ട്, എന്താ പറയുന്നതെന്നറിയോ? കുരുമുളക് ഉസ്താദ് എന്നൊരു ഉസ്താദ് ഉണ്ടല്ലോ, കുരുമുളക് ഉസ്താദ് എന്നൊരു ഉസ്താദ് ഉണ്ടല്ലോ, ഇവിടുന്ന് പറഞ്ഞായി പോകും. ആത്മീയ അറബിക് ചികിത്സാലയം പ്രമുഖ പണ്ഡിതനും ഷെയ്ഖ് യൂസഫ് മാലിക്കയുടെ ശിഷ്യനുമായ, പേര് കേട്ടോളൂ, ചിലപ്പോ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല, സയ്യിദ് ടി കുരുമുളക് ഉസ്താദ്. പുതിയ ഉസ്താദാ ടി കുരുമുളക് ഉസ്താദ്. കളുഷാപ്പിന്റെ അടുത്ത് വന്ന് പ്രസംഗിച്ചോ പറഞ്ഞതാ. എന്നാ സഹോദരന്മാര്, മൗലവിക്ക് ഇപ്പോ ഒന്നും പറയാനില്ല. ഇസ്തിഗാഥയെ പറ്റി പറയാനാകുന്നില്ല, തവസ്സുലിനെ പറ്റി പറയാനാകുന്നില്ല, അസ്മാ സിഫാത്തും പറയാനാകുന്നില്ല, മഖ്ബറിനെ പറ്റി പറയാനാകുന്നില്ല. പിന്നെ മൂപ്പര് പോയതാ കുരുമുളക് ഉസ്താദിന്റെ അടുത്തേക്കാ. എന്നിട്ട് മൗലവി പറയാ, കാര്യമായിട്ട് ഇപ്രാവശ്യം അതിന് പറഞ്ഞറിയോ, ശനിയാഴ്ചയും ഞായറാഴ്ചയും തുണിപ്പീടിയെ പോറേ നിങ്ങളെ കിതാബിലുണ്ട്. ഞായറാഴ്ച ഉണ്ടോ തുണിപ്പീടിയ തുറക്കുന്നത്? ശനിയാഴ്ച ആണെങ്കിൽ ഏകദേശം നല്ല എല്ലാം വിറ്റ് തീർന്നിട്ടുണ്ടാവൂലേ, അടുത്ത ആഴ്ച പുതിയ പേരും അല്ലാണ്ടുണ്ടോ? സുബ്ഹാന ജല്ല ജലാലു. ഇതൊക്കെയാണോ നമ്മളെ തർക്ക വിഷയം? എന്നിട്ട് നിങ്ങൾക്കൊരു രസം കേൾക്കണോ? മൗലവി ഇവിടെ വന്ന കാലം മുതലേ ചെയ്ത പണി എന്തറിയോ? സിറാജുള്ളതൊക്കെ കിട്ടുന്ന നേരത്തെ പൈസ മുടക്കാൻ വേണ്ടി മൂപ്പരെന്ത് ചെയ്തു? പേരോടിന്റെ അടുക്കല് ഓരോരുത്തർ പൈസ കൊണ്ടു കൊടുക്കുമ്പോ പേരോട് കീശ കാണിച്ചിട്ട് കീശയിലിട്ടോ എന്ന് പറയുന്നത് പറയും. നേർച്ച പൈസ ഓരോരുത്തർ കൊണ്ടുവരുമ്പോ ഞാൻ കീശയിലിടാൻ പറയാറുണ്ട്. അത് മൂപ്പരെ എടുത്ത് കാണിച്ചു, കണ്ടോ കീശയെ പൈസ ഇടാൻ പറയുന്നത് കണ്ടോ എന്ന്. അപ്പൊ എനിക്ക് വളരെ സന്തോഷമായി. ഞാനത് പല സ്ഥലത്തും എടുത്ത് കാണിച്ച് മൗലവി പറഞ്ഞത്. അതിന്റെ പുറമെ ഞാൻ അതിന്റെ വസ്തുത വിശദീകരിച്ചു. അപ്പോഴെന്തായി എന്നറിയോ? നേർച്ച പൈസ വരല് കൂടി കൂടി കൂടി. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, സുബ്ഹാനല്ലാഹ്, ഇപ്പോഴും അന്ന് മൗലവി ആദ്യം ഇവിടെ വരുമ്പോ 2 ലക്ഷം റുപ്യ നേർച്ച കിട്ടാറുണ്ട്. ഇപ്പോഴും 4 ലക്ഷത്തോളം കിട്ടാൻ തുടങ്ങി ഒരു മാസത്തിന് നേർച്ച. അപ്പൊ എന്തായി എന്നറിയോ? എന്റെ കീശയിൽ കൊണ്ടുവന്നിരുന്ന പൈസ കീശയിൽ നിറഞ്ഞിട്ട് പിന്നെല്ലാം കൂടി കനത്ത് എടുക്കാൻ കഴിയണ്ടായി. അപ്പൊ ഞാനൊരു നമ്മളെ കൂടെയുള്ള മുത്താലിമികളോട് പറയും, ഒരു സഞ്ചി കൊണ്ടുവന്നിട്ട് മോനെ കീശയിൽ ഓരോരുത്തർ കൊണ്ടുവന്ന് ഇടുമ്പോ നീ മെല്ലെ വലിച്ചിട്ട് അത് എടുത്തിട്ട് സഞ്ചിയിലിടണോ. ഇപ്രാവശ്യം മൗലവി വന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഈ എന്റെ കീശേന്ന് ഈ മുത്താലിമികൾ കീശേന്ന് പൈസ എടുത്തിട്ട് സഞ്ചിയിലേക്ക് ഇടുന്നത് കാണിച്ചു. എന്നിട്ട് മൂപ്പര് പറയാ, കണ്ടോ പേരോടിനെ വിശ്വാസം ഇല്ലാത്തോണ്ട് പോക്കറ്റ് അടിക്കുന്നത് കണ്ടോ. ഒന്ന് വെച്ചു കൊടുത്താ മോനെ പോക്കറ്റടി. മൂപ്പര് ഇവിടെ പോക്കറ്റിൽ കിട്ടപ്പോ മൂപ്പര് ഇവിടെ വന്ന് പറഞ്ഞിരുന്നു, അത് ഞാൻ സിറാജുലുദയിൽക്കുള്ളത് അതുകൊണ്ടാണ് പോക്കറ്റിൽ ഇടുന്നത്. പക്ഷെ മോര്യന്മാർക്ക് വിശ്വാസം വേണ്ടേ? ഒരു മോര്യര് മൂപ്പരെ പോക്കറ്റിലേക്ക് വല്ലതും വീണുണ്ടോന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടോണ്ട് പറഞ്ഞുതരാം, അതാ നോക്കണേ.
പോക്കറ്റിലേക്ക് വല്ലതും വരുന്നുണ്ടോ നോക്കിയാ ഇട്ടു കണ്ട അപ്പെടുക്കും മോലിയൊരു വിശ്വാസല്ലേ? നോക്കിക്കോളീൻ കണ്ടോ, ശ്രദ്ധിച്ചോളി. അത് പോക്കറ്റ് അടിച്ചു. എന്തിവിടെ വന്ന് പ്രസംഗിച്ചിട്ടെന്താ? എന്റെ പോക്കറ്റിൽ ഇരുന്നത് അത് മുങ്ങലിവിടെ ഒന്നും പറഞ്ഞ് നിങ്ങളെ ആൾക്ക് വരെ വിശ്വാസമില്ല. വീണ അപ്പം പോക്കറ്റ് അടിച്ചു മൂപ്പര്. വിശ്വാസം വേണ്ടേ? സ്ഥിരം കാണിച്ചോളട്ടോ, സ്ഥിരം കാണിച്ചോളൂ. നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞതായി പ്രാവശ്യമോ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇയാൾക്കല്ലേ എന്താ പറയണ്ടേ ഇയാളെ പറ്റി? വിശ്വാസമില്ലാത്തവന്റെ കീശയെന്ന് വേറൊരുത്തൻ എടുക്കുന്നതിന്റെ പേരാ പോക്കറ്റടിന്ന് മൗലവി. ഈ പോക്കറ്റടി എന്തിനാ പറയാന്ന് കൂടി ആയത്ത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഹദീസ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്നാ നിങ്ങൾക്ക് സാധാരണ എടുക്കുന്ന പണിയെ പറ്റി ആര് വിവരം വേണ്ടേ? ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ മൗലവി, എനിക്ക് കേട്ടോളി സഹോദരന്മാരെ, എന്നാ നിങ്ങൾക്കൊന്ന് കേൾക്കണം മൗലവി. മുജാഹിദീങ്ങൾ നേർച്ച പൈസ കൊടുക്കും നിങ്ങളെ പ്രസംഗം കേട്ടിട്ട്. കാരണം മുജാഹിദിയക്കും മനസ്സിലായി സിറാജുലേക്ക് നേർച്ചയ്ക്ക് എന്തോ ഒരു ഫലമുണ്ട്. അങ്ങനെ അവരും നേർച്ച കൊടുക്കാൻ തുടങ്ങി. അങ്ങനത്തെ ഒരു സംഭവം ഇപ്പൊ അടുത്തുള്ള ഒന്ന് ഞാൻ കാണിച്ചു തരാം. എന്റെ അടുത്ത് പൈസ കൊണ്ടു തന്നിട്ട് അദ്ദേഹം പറയുന്നു, നിങ്ങൾ കേട്ടോളി. എവിടെ? അടുത്താണ്. വന്നിട്ട് 2 മാസം കഴിഞ്ഞു. 2 മാസം എന്താ പറഞ്ഞ വിശേഷം? വന്ന സ്ഥാനം കാണാൻ വേണ്ടി പിന്നെ പറഞ്ഞൊന്ന് പൈസ ഏൽപ്പിക്കണം. നമ്മൾ പറയണ പറയുന്നു സംഖ്യ ഇപ്പം 16,422. നിങ്ങളെ സ്വന്തം വേറെ എൻ്റെ ഉണ്ട് 16,425. അഡ്രസ് ആരല്ലോ കൊടുത്തിന്? കൊടുത്തെല്ലാം എത്തിച്ചു ചെയ്തു. എൻ്റെ റസീറ്റാ സൗദിയിൽ നിന്ന് ഏൽപ്പിച്ച് ഇവിടെ നാട്ടിൽ നിന്ന് പുറത്തും അസുഖം പിന്നെ പ്രത്യേകിച്ച് സൗദിയിൽ നിന്ന് ഒരാൾ സുഹൃത്ത് എനിക്ക് 13 വർഷത്തോളം പരിചയമുണ്ടാകും. ആളവർ പൈസ ഒരാൾ മുക്കിക്കൊണ്ടുപോയി. ആള് മുജാഹിദായിട്ടാണ്. പൈസ പോയപ്പോഴാണ് മുജാഹിദായിട്ടാണ്. നേർച്ചൊന്നും ഇല്ലാത്ത ആളാണ്. അവർ ഘട്ടം വന്നപ്പം 2 മാസത്തോളമായി ഈ പൈസ പോയിട്ട്. അങ്ങനെ സിറാജിനെ പറ്റി പറഞ്ഞപ്പോൾ ആളെ കുറേ നിർച്ചയാക്കാൻ 100 രൂപ നിർച്ചയാക്കാൻ. ആ 100 രൂപ നിർച്ചയാക്കി എന്തെല്ലാം 15 ദിവസം പറയുമ്പോൾ മൊത്തം പൈസ കിട്ടി. പൈസ കിട്ടിയപ്പോൾ ആള് 100 ആക്കാൻ 500 തന്നെ ആക്കാൻ 500 രൂപ തന്നു ഏൽപ്പിച്ചു തന്നു. അതും ഈ പൈസ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്ഥലം പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. ഉമ്മാക്ക് സുഖമില്ല, കാലിൽ പോയായിരുന്നു. ദുആ ചെയ്യാൻ പ്രത്യേകം തന്നെ പൈസ പോയിട്ട് 2 മാസം കഴിഞ്ഞിട്ട് നേർച്ചയാക്കിയതാണ് സിറാജുൽ ഉദലിക്ക് 101 റിയാല് സൗദി അറേബ്യയിൽ നിന്ന് മുജാഹിദ് നേർച്ചയാക്കിയിട്ട് കിട്ടിയപ്പോൾ 500 തന്നത് അയാൾ പറഞ്ഞു. അത് സെലഫിക്ക് ഒരു സന്തോഷ വാർത്തയാണ്. മുജാഹിദികൾ നേർച്ചയാക്കിയാണല്ലോ. ഇന്ന് ഞാൻ ആരും വരണ്ടെന്ന് പറയണം, എനിക്ക് ഇതിൻ്റെ പണിയായതുകൊണ്ട്. ആ കൂട്ടത്തിൽ ഇന്ന് വരണ്ടാന്ന് പറഞ്ഞിട്ടും വന്ന ആളുകൾ വന്നിട്ട് ഒരാൾ ഒരു പവന് തന്നു. എത്രയോ കൊല്ലായിട്ട് പ്രസവിക്കാൻ പറ്റൂല എന്ന് ഡോക്ടർമാരൊക്കെ പറഞ്ഞൊരു സ്ത്രീയായിരുന്നു. അൽഹംദുലില്ലാഹ് പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പവനും കൊണ്ടെത്തന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ 6 പവനോളം വരുന്ന ഒരു മാല, വേറൊരാൾ സ്വർണത്തിന്റെ മാല. ഇന്ന് അതും ഉണ്ടതിൽ, വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ അല്ലാഹു തആല ആ സ്ഥാപനത്തിന് ബർക്കത്ത് തന്നിട്ടുണ്ട്. അതിന് മൗലവിമാർക്ക് ദേഷ്യം പിടിക്കുന്നു. ഖലീൽ തങ്ങളുടെ സ്ഥാപനത്തിന് ആർക്കും സംഭാവന ചെയ്യുന്നതിന് ദേഷ്യം പിടിക്കുന്നു, മർക്കസിന് കൊടുക്കുന്നതിന് ദേഷ്യം പിടിക്കുന്നു. അതിന് മൗലവിമാരോട് പറയാനുള്ളത്, മൗലവി നേരത്തെ പറഞ്ഞൊരു ആയത്തുണ്ട്, അതൊന്ന് ഓർമ്മിച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ ചുരുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മൗലവി ഞാൻ കളവ് പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കഴിഞ്ഞ പ്രസംഗത്തിൽ ഇവിടെ ഒരു വേലി കെട്ടിയ സ്ഥലമുണ്ട്. ആ വേലി കെട്ടിയ സ്ഥലം ഞാൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് കളവാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് മൗലവി പ്രസംഗിച്ചു.
ഞാൻ അതിനെ സംബന്ധിച്ച് തന്നെ ഒരു സീഡിയം കെട്ടിറക്കി. ഞാൻ വെല്ലുവിളിച്ചു, ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞ ഒരൊറ്റ വാക്ക് കളവാണ് എന്ന് തെളിയിക്കാൻ അതിന്റെ ഉടമസ്ഥൻ ആലിയസിന് സാധിക്കോ അല്ലെങ്കിൽ സലഫിക്ക് സാധിക്കോ എന്ന് വെല്ലുവിളിച്ചു. പിന്നെ ഞാൻ പറയാത്ത വാചകം എന്റെ പേരിൽ 3 കളവാ പറഞ്ഞു. സലഫി പറഞ്ഞ കളവാണ്, സലഫി പറഞ്ഞ 2 വാചകവും കളവാണ്, ആലിയസം പറഞ്ഞു കളവാണ്. ഞാൻ പറഞ്ഞ വാചകത്തിൽ, ആ പറഞ്ഞ വാചകത്തിൽ എവിടെയും വല്ല കളവുണ്ടോ? അത് നമ്മൾ ആലോചിക്കണ്ടേ. ഇനിയൊന്ന് കേൾക്കണോ? ഞാൻ പറഞ്ഞ വാചകം ഫുള്ളായിട്ടൊന്ന് കേട്ടോളി. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കളവുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പിടിക്ക്. ആരെങ്കിലും ഒരാൾ പറയട്ടെ ഞാൻ പറഞ്ഞതിൽ കളവുണ്ട്. 100% കളവാണെന്ന് ആലിയസം പറഞ്ഞില്ലേ? 100% പോയിട്ട് അതിലൊരു 1% കളവ് കാണിക്കാൻ ആലിയസം കഴിയില്ല, സലഫിനും കഴിയില്ല, ലോകത്തൊരു മുജാഹിദിനും കഴിയില്ല. ഇപ്രാവശ്യം വന്നിട്ട് എന്റെ ഒരൊറ്റ വാചകം കളവാണെന്ന് പറയാൻ കഴിഞ്ഞില്ല. പറയാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ആലിയസം പറഞ്ഞ വാചകം ഞാൻ കേൾപ്പിച്ചിരുന്നു എന്റെ CD-യിൽ. അയാൾ എന്താ പറഞ്ഞത്? അയാൾ പറഞ്ഞത് ആരും പരിപാടി നടത്തണ്ടെന്ന് വിചാരിച്ചിട്ടാ ഞാൻ വേലി കെട്ടിയത്. അത് വെച്ചു കൊടുത്താ മോനെ. എന്റെ കാലത്തുനിന്നായിരുന്നു ആളുകൾ ഇതുവരെ നടത്തിയത്. പിന്നെ അത് പറഞ്ഞാൽ ഞാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഒരുപോലെ ഉണ്ടാക്കി അത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാനത് കെട്ടി മുടിച്ചതാണ്. ഇല്ല ആരും പരിപാടി നടത്തണ്ട വിചാരിച്ചിട്ട് അല്ലേ? ആരും പരിപാടി നടത്തണ്ട വിചാരിച്ചിട്ട് ചെയ്തതാണ് ഞാനത്. അപ്പൊ അവിടെ വേലി കെട്ടിയത് ആരും പരിപാടി നടത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ആരും എന്ന് പറഞ്ഞാൽ പെട്ടല്ലേ സലഫി. അപ്പൊ സലഫി അടക്കം പരിപാടി നടത്തണ്ട വിചാരിച്ചിട്ട് ആ വേലി കെട്ടിയെന്ന് ആലിയസൻ തന്നെ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇതേ ആലിയസൻ പറയുന്ന ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ഖണ്ഡന പ്രസംഗത്തിൽ എനിക്ക് താല്പര്യമില്ല. മൂപ്പരെന്നെ പറയുന്നുണ്ട് വലിയ താല്പര്യപൂർവ്വം മുമ്പ് സലഫിക്ക് ഞാൻ സ്ഥലം കൊടുത്തത്. ഫസ്റ്റ് ഹുസൈൻ സലഫി നാദാപുരത്ത് ഇങ്ങനെ ഒരു പരിപാടി വന്നപ്പോൾ എന്റെ ബന്ധപ്പെട്ടവര് അതിന് ബന്ധപ്പെട്ടവരെന്ത് ചെയ്തു എന്ന് ഞാനായിട്ട് അന്വേഷിച്ചു സ്ഥലത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു ആവശ്യപ്പെട്ടു. സ്ഥലം സന്തോഷമായി ഞാൻ കൊടുക്കുകയും ചെയ്തു. അപ്പൊ താല്പര്യം ഇല്ലാണ്ടായ എന്താ കാരണോ? സെൽഫിന്റെ ചീത്ത കേട്ടിട്ട് അന്ന് വെച്ചെടുത്താ മോനെ. അവിടെ ഇങ്ങനെ ഒരു ഗണ്ണന പരിപാടി നടക്കുന്നതിനെ പറ്റിയിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം? ഗണ്ണന പരിപാടിയിൽ നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്നിട്ട് അയാൾ എന്നെ ഇപ്പൊ പറഞ്ഞു പോലും എന്ത് സെൽഫി എപ്പ ചോദിച്ചാൽ ഞാൻ സ്ഥലം കൊടുക്കും. താല്പര്യം ഇല്ലാത്തിരുന്നിനാ ഇയാൾ സ്ഥലം കൊടുക്കുന്നു. അയാളല്ലേ പറഞ്ഞ് താല്പര്യം ഇല്ല. ഇനി മൂപ്പരെന്നെ പറയുന്നുണ്ട് ഇത് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ആളാ ഞാന് എന്ന് വെച്ചെടുത്താ മോനെ. എനിക്ക് പൊതുവെ ഈ സംഭവത്തിൽ ഞാൻ സംഘടനകളുമായിട്ട് നല്ല ബന്ധമുള്ള മനുഷ്യനാണ്. അപ്പൊ ഞാൻ അവരോട് നിരന്തരം പറഞ്ഞു പറയും അത് വെക്കരുതെന്ന് പറഞ്ഞിട്ട് ഉപദേശിച്ച് അത് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണല്ലോ. കണ്ടോ? പിന്നെ വെറുതെ വേലിയിട്ട് ഒഴിവാക്കാൻ വിചാരിക്കുന്ന ആളാണ് അയാള്. എനിക്ക് കേട്ടോ ഇയാൾ എന്നെ പറയും സെൽഫിക്ക് പരാജയമാണ് വെച്ചോടുക്കും. അവിടെ പൊതുവെ പിന്നെ ഞാൻ ഈ ഗണ്ണന കേസൊരു കേൾക്കലില്ല. അവിടെ ഇങ്ങനെ ഇയാൾക്ക് വിജയമാണ്, അതുകൊണ്ട് സെലഫിക്കോ പേരോട് സെലഫിക്കാണ് വിജയം. അല്ലല്ല, അത് എത്രയോ പറഞ്ഞാൽ അയാൾ പറയുന്നത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് സെലഫിക്ക് പറയാൻ പറ്റും. ഇയാളൊന്നും അല്ലാത്ത രീതിയിൽ പറയും. അതായത് ആ പരാജയം അവിടെ ഉണ്ട്, ആധാരമുണ്ട്. കണ്ടോ? അപ്പോ സെലഫിക്ക് പരാജയമാണ് ഞാൻ പറയും. ഇനി സുബ്ഹാനല്ലാഹ്, എന്നിട്ട് പിന്നെ അതും കൊണ്ട് പിന്നെയും മൂപ്പര് നടക്കുക. ഇനി ഞാൻ ചുരുക്കി പറയട്ടെ സഹോദരന്മാരെ, നേരത്തെ ഇവിടെ സൂബിക്കുട്ടി മാഷ് പറഞ്ഞല്ലോ, അതിനെ സംബന്ധിച്ച് ബാക്കി വേണമെങ്കിൽ പിന്നീട് നമുക്ക് CD-യിൽ കയറ്റാം. ബഹുമാനപ്പെട്ട സൂബിക്കുട്ടി മാസ്റ്റർക്ക് നമ്മുടെ സുന്നി സംഘത്തിന്റെ വകയിൽ ഞങ്ങൾ നൽകിയ കത്തിന്റെ ആ ശരിയായ അവസ്ഥ, നിങ്ങളുടെ അനുഭവം എന്താണെന്ന് ഇവിടെ ഈ പൊതുജനത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ വേണ്ടി ബഹുമാനപൂർവ്വം സൂബിക്കുട്ടി മാസ്റ്ററെ ഞാൻ ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ കുറേ കാലങ്ങളായി നാദാപുരത്ത് നടത്തിവരുന്ന ഈ ഖണ്ഡന പ്രസംഗങ്ങൾക്ക് മുസ്ലിം സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ നിന്നുമൊക്കെ ഇതൊന്ന് അവസാനിപ്പിച്ചുകൂടെ എന്ന ഒരു നിർദ്ദേശം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പേരോട് ഉസ്താദിനെയും മുജാഹിദ് പണ്ഡിതനായ ഹുസൈൻ സലഫിയെയും ഒരേ വേദിയിൽ ഇരുത്തിക്കൊണ്ട് അവരുടെ ആശയങ്ങൾ എന്താണെന്ന് പ്രസംഗിക്കുകയും അത് മധ്യസ്ഥന്മാർ മുഖേന അതിൻ്റെ പരിസമാപ്തി കുറിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. ഇതൊരു തെറ്റായ ഉദ്ദേശമാണെന്ന് എൻ്റെ ഈ പ്രസംഗം കേൾക്കുന്നവർക്ക് തോന്നുന്നുണ്ടാവുകയില്ല എന്നാണ് ഞാൻ കരുതുന്നത്.
അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സംഘടനയ്ക്ക് രൂപം നൽകിയതും ഇത്തരത്തിലുള്ള ഒരു ഉദ്യമത്തിന് ഇറങ്ങിയതും. അതുപ്രകാരം ബഹുമാന്യപ്പെട്ട പേരോട് ഉസ്താദിൻ്റെ പരിപാടികൾ സംഘടിപ്പിക്കുന്ന സംഘടനയായ SYS നാദാപുരം മേഖലാ കമ്മിറ്റിക്കും ഹുസൈൻ സലഫിയുടെ പരിപാടി സംഘടിപ്പിക്കുന്ന KNM നാദാപുരം മേഖലാ കമ്മിറ്റിക്കും വരപ്പുറത്ത് കുഞ്ഞബ്ദുൽ ഹാജി, കൺവീനറായ സൂപ്പിക്കുട്ടി മാസ്റ്ററായ ഞാൻ, ജമാൽ ഹാജി എന്നീ 3 പേരും ഒപ്പിട്ടുകൊണ്ട് കത്ത് കൊടുത്തു. ഒരാഴ്ചക്കുള്ളിൽ തന്നെ SYSന്റെ മറുപടി അവരുടെ ലെറ്റർ പേരിൽ ഞങ്ങൾക്ക് ലഭിച്ചു. ആ കത്തിൽ അവർ പറഞ്ഞത്, നിങ്ങൾ സ്വീകരിക്കുന്ന ഈ നിലപാട് ശരിയാണ്, ആ പരിപാടിയുമായി സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നറിയിച്ചുകൊണ്ടായിരുന്നു കത്ത്. ഈ കത്ത് കിട്ടിയതിന് ശേഷം 2-3 പ്രാവശ്യം ഞങ്ങൾ മേഖലാ കമ്മിറ്റി KNMന്റെ മേഖലാ കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടുകയും അവരോട് അന്വേഷിച്ചതിൽ അവരെ കമ്മിറ്റി കൂടട്ടെ, അടുത്ത ആഴ്ച കമ്മിറ്റി ഉണ്ട് എന്ന് പറയുകയും, അങ്ങനെ ആ ആഴ്ച കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഇത് മേഖലാ കമ്മിറ്റി പോരാ, ജില്ലാ കമ്മിറ്റി കൂടണം, സംസ്ഥാന കമ്മിറ്റി കൂടണം എന്നൊക്കെയുള്ള മറുപടി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളത് ഒരു ഒഴുക്കം മട്ടിലുള്ള അവരുടെ ഒരു പിന്മാറ്റമാണ് എന്ന് വിലയിരുത്തുകയും അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് മുജാഹിദിൻ്റെ നമ്മുടെ അറിയപ്പെടുന്ന സുഹൃത്തുക്കളോട് അന്വേഷിച്ചതിൽ അവർ തീരുമാനം വൈകിക്കുകയാണ് എന്ന മറുപടിയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. എന്തോ ആവട്ടെ, ആ പരിപാടിയുമായി സഹകരിച്ചുകൊണ്ട് ഒത്തിരി സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. അതൊക്കെ വിലപ്പെട്ട രേഖകളായി ഞങ്ങൾ ഇന്നും സൂക്ഷിക്കുകയാണ്. എന്നാൽ ഹുസൈൻ സലഫിയുടെ കഴിഞ്ഞ നാദാപുരം പ്രസംഗത്തിൽ അദ്ദേഹം ഈയൊരു സംവാദം തന്നെ ഇതൊരു മിഥ്യയായ കത്താണ്, ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല എന്നൊക്കെയുള്ള തരത്തിലുള്ള പ്രസംഗം നടത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. ഞങ്ങൾ വരപ്പുറത്ത് കുഞ്ഞുപിള്ള ഹാജിയും ഞാനും ജമാൽ ഹാജിയും ഒപ്പിട്ട് നൽകിയ കത്തുകളാണ് KNM മേഖലാ കമ്മിറ്റിക്കും SYSന്റെ മേഖലാ കമ്മിറ്റിക്കും നൽകിയത്. ആ കത്തുകളിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടത് അംഗീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിന് സമ്മതം പറഞ്ഞുകൊണ്ട് SYSന്റെ മറുപടി കത്ത് കിട്ടുകയും ആ കത്ത് പ്രകാരം KNMന്റെ കത്ത് കിട്ടാത്തതുകൊണ്ട് പിന്നെ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ SYS ഞങ്ങളോട് ആലോചിച്ചു, ഞങ്ങളിങ്ങനെ ഒരു മറുപടി തന്നതിൽ നിങ്ങളെ നിലപാടെന്താണ്, ആ കത്തിനുള്ള മറുപടി എന്താണ് എന്ന് ഞങ്ങളോട് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ അവരെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു കത്ത് കുഞ്ഞുപിള്ളാജിയും ഞാനും ഒപ്പിട്ടുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ആ കത്ത് ഇന്നും SYSന്റെ മേഖലാ കമ്മിറ്റിയുടെ കയ്യിലുണ്ടാവും. അതാണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത. പക്ഷേ ഹുസൈൻ സലഫിയുടെ പരിപാടി സംഘടിപ്പിച്ച മുജാഹിദ് സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ കത്ത് വ്യാജമാണോ, ഈ സംഘടന വ്യാജമാണോ, ഇവിടെ നിൽക്കുന്ന ഞാൻ വ്യാജമാണോ, കുഞ്ഞുപിള്ളാജി വ്യാജനാണോ എന്നൊക്കെയുള്ള അന്വേഷണത്തിന് പകരം നിങ്ങളുടെ പ്രസ്ഥാനം അതിന് തയ്യാറാണെങ്കിൽ, SYS അതിന് തയ്യാറാണ് എന്ന് ഇവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്, നമ്മൾ സംഘടിപ്പിക്കാൻ ഞങ്ങളും തയ്യാറാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. എവിടെ വേദി ഒരുക്കണം, എന്തൊക്കെയായിരിക്കണം വ്യവസ്ഥകൾ എന്നൊക്കെ മധ്യസ്ഥന്മാർ മുഖേന നമുക്ക് സംസാരിക്കാം. തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം ഞങ്ങളുമായി സമീപിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും ഇതൊരു വിവാദമാക്കി തീർക്കാതെ, ഞങ്ങളിത് നല്ല ഉദ്ദേശത്തോടുകൂടി ചെയ്ത ഈ പ്രവൃത്തി ഒരു വിവാദമാക്കി ഇനിയും ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യാതെ ഇതുമായി സഹകരിക്കണമെന്ന് മുജാഹിദ് സുഹൃത്തുക്കളോട് പ്രത്യേകമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ പരിപാടിയുമായി, ഞങ്ങളുടെ പരിപാടിയുമായി സഹകരിച്ച SYSന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഞങ്ങൾ ആവശ്യം വരുമ്പോൾ അറിയിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും. ഞാൻ ആ ഭാഗം അവിടെ നിർത്തിയിട്ട് ഇനി അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഉള്ളാളത്ത് മഖ്ബറെ പോകുന്നതിനെ പറ്റി ഒരു മൗലവി പറയുന്നത് കേട്ടോ. ചീത്ത പറയാണ് സുന്നികള.
ഒന്ന് വെച്ചു കൊടുത്താ മോനെ. അപ്പാന്റെ ഉമ്മാന്റെ ഒക്കെ കബറ് ചാടി കറണ്ടാ മൂപ്പര് പോണത് ഉള്ളാളത്തേക്ക്. ഉള്ളാള് എന്റെ അമ്മായിമേ ആരാണ്ടോന് ില്ലേ ഉള്ളാളത്ത് പോന്നവനെ ചീത്ത പറയാ. ഉള്ളാൾ തന്നെ അമ്മായി. ഓരോരോ മൗലവിമാരെ സംസ്കാരം കണ്ടില്ലേ. ഇനി നിങ്ങൾക്ക് വേറൊരു മൗലവിന്റെ വാക്ക് കേൾക്കണോ? ആ മൗലവി പ്രസംഗിക്കുന്നത് കെട്ടിപ്പൊന്തിച്ച ഒരൊറ്റ ദർഗയും തട്ടി നിരപ്പാക്കാതെ വിടരുത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കെട്ടിപ്പൊക്കിയ ഒരൊറ്റ ദർഗയും തട്ടി നിരപ്പാക്കാതെ വിടരുത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. വലിയ പച്ചക്കുബ്ബയുള്ള ദർഗ അല്ലെങ്കിൽ ജാറം അല്ലെങ്കിൽ നമ്മൾ സാധാരണ റൗള എന്നാണ് പറയാ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ കെട്ടിപ്പൊക്കിയ ദർഗ അല്ലെങ്കിൽ ജാറം എല്ലാവർക്കും അറിയാം. മദീനയിൽ അതൊക്കെ തട്ടി നിരപ്പാക്കാതെ വിടരുത് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടെന്ന് റസൂലുള്ളാഹിന്റെ പേരിൽ പച്ചക്കള്ളം വേറൊരു മൗലവി പറയുന്നത് കേട്ടോളൂ. കെട്ടിപ്പൊന്തിച്ച ഒരൊറ്റ ദർഗയും തച്ച് നിരത്താതെ വിട്ടേക്കരുത് എന്ന് പഠിപ്പിച്ച നബിയുടെ ഉമ്മത്താണ് നമ്മൾ. അറിയോ? റോഡ് ബ്ലോക്കായിട്ട് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ട് അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയൊരു സഹായവും കൂടിയാണ്. നിങ്ങൾ നടന്നു വന്ന് നിങ്ങൾക്ക് സൗകര്യത്തിൽ അവിടെ നിന്ന് കേൾക്കുകയും ചെയ്യാം. നമുക്ക് അവിടെ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എല്ലാവരും ഒന്ന് സഹകരിച്ചു കൊടുക്കണം. കുറച്ച് ആളുകൾ ഇങ്ങോട്ട് നീങ്ങിയാൽ അങ്ങോട്ട് നീങ്ങിയാൽ സൗകര്യമാണ്. നമ്മളെ മുജാഹിദീങ്ങൾ നേരത്തെ പരിപാടി നടത്തിയിരുന്ന സ്ഥലത്ത് അവർ പറഞ്ഞ ആള് കൂടിയത് കൊണ്ട് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് നീങ്ങിന. ആദ്യമുള്ള സ്ഥലത്തിൻ്റെ അളവും അതിൻ്റെ ഇപ്പുറത്ത് സ്കൂൾ ഗ്രൗണ്ടും അതിൻ്റെ ഇപ്പുറത്തുള്ള സ്ഥലവും അതിൻ്റെ അവിടെ നിൽക്കാനുള്ള സൗകര്യമൊക്കെ ഞാൻ അളവ് മനസ്സിലാക്കി. പിന്നീട് അവർ പോയ സ്ഥലവും മനസ്സിലാക്കി. ഓരോ സ്ഥലത്തും നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അളവ് കുറഞ്ഞ സ്ഥലത്തേക്കാ നീങ്ങിയതും ആള് കൂടിയതുണ്ട്. മനസ്സിലായില്ലേ? അവർക്ക് ആള് കൂടിയത് കൊണ്ട് അളവ് കുറഞ്ഞ സ്ഥലത്തേക്ക് നീങ്ങിന അവര് ഇവിടെ അവകാശപ്പെട്ടത്. നമ്മളത് അങ്ങനല്ല. നമുക്കിവിടെ എത്രയോ സ്ഥലങ്ങൾ അല്ലാഹു തആല അവര് പരിപാടി നടത്തിയതിന്റെ ഏകദേശം ഒരു 4 ഇരട്ടിന്റെ മേലെ സ്ഥലം ഇത് തന്നെ ഉണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് സ്ഥലം മതിയാകുന്നില്ല. നമ്മളാണെങ്കിൽ അങ്ങനെ കാസർകോട്ട് നിന്നും അതുപോലെ ലോകത്തിന്റെ മൂലകളിൽ നിന്നും ആരെയോട്ട് ക്ഷണിച്ച് വരുത്തിയിട്ടുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സിന് ബർക്കത്ത് തന്നിട്ടുണ്ട്. അവിടെ എല്ലാവരും ഒന്ന് അവിടെ സഹകരിച്ചു കൊടുക്കണം. കുടുങ്ങിപ്പോകരുത്, വാഹനത്തിനൊന്നും തടസ്സം വരരുത്. എല്ലാവരും സഹകരിച്ചു കൊടുക്കണം. സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ കെട്ടിപ്പൊന്തിച്ച ഒരൊറ്റ ദർഗയും തട്ടിനിരപ്പാക്കാതെ വിടരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടെന്ന് റസൂലുള്ളാഹിന്റെ പേരിൽ പച്ചക്കള്ളം. അങ്ങനെ ഒരൊറ്റ ഹദീസിലുമില്ല. പിന്നെ ഇതേ മൗലവി തന്നെ പറയുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിയുമ്പോൾ ഞാൻ കേൾപ്പിക്കും, പൊളിച്ച് കളയാനാണ് ഇസ്ലാമിന്റെ കൽപ്പന. എന്ത്? ദർഗകളെ, ജാറങ്ങളെ. ഖുർആനിലുണ്ടോ ജാറം പൊളിക്കണം? ഹദീസിലുണ്ടോ ജാറം പൊളിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ദീന് പഠിച്ച സഹാബത്ത് മുഖേന ദീന് കിട്ടിയ മഹാന്മാർ. ഇമാം റംലി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത് ഉദ്ധരിച്ചു. ഇമാമിങ്ങളൊക്കെ എന്താ പറഞ്ഞത്? ഞാൻ നോക്കി വായിക്കാം. കുബ്ബ പറ്റൂല എന്നാ പറഞ്ഞത്. കുബ്ബ പുണ്യാണ് എന്നാ പറഞ്ഞു. മഹാന്മാരെ മഖബറയിൽ കുബ്ബ ഉണ്ടാക്കലും ബിൽഡിംഗ് ഉണ്ടാക്കലും പുണ്യമാണ് എന്നാ പറഞ്ഞു. കേട്ടോ, ഷാഫി മദ്ഹബിലെ ഏറ്റവും മുഅ്തമദായ കിതാബ് തുഹ്ഫ നിഹായ. രണ്ടും നോക്കിക്കോ. ഞാൻ നിഹായ നോക്കി വായിക്കാം. കേട്ടോ എന്താ എഴുതിയത്? വസിയ്യത്ത് ചെയ്താൽ ആ വസിയ്യത്ത് പാലിക്കൽ നിർബന്ധമാണ്. എന്നാൽ തെറ്റായ കാര്യത്തിന് വസിയ്യത്ത് ചെയ്താൽ പാലിക്കേണ്ടതില്ല. പുണ്യകരമായ കാര്യത്തിന് വസിയ്യത്ത് ചെയ്താലോ എന്നാൽ അത് പാലിക്കണം. അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് പറയാണ്, വശമില അദമുൽ മഅസിയത്തി അൽ ഖുർബത. തെറ്റല്ലാത്ത കാര്യമായിരിക്കണം വസിയ്യത്തിന്റെ സംഗതി. അതിലെന്ത് പെട്ടു? അൽ ഖുർബത. അൽ ഖുർബത, ഖുർബത്ത് പെട്ടു. പുണ്യകർമ്മം ഏതുപോലെ? കഇമാറത്തിൽ മസാജിദി, പള്ളി ഇമാറത്ത് ചെയ്യും പോലെ. പള്ളി ഇമാറത്തിൽ പള്ളി ഉണ്ടാക്കലും അത് പരിപാലിക്കലൊക്കെ പുണ്യകരമാണ് എന്ന് പിന്നീട് വിശദീകരിച്ചിട്ട് പറയാൻ. അതുപോലെ വഖുബൂരിൽ അംബിയാഇ, അംബിയാക്കളുടെ ഖബറുകൾ അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തലും പരിപാലിക്കലും പുണ്യകർമ്മമാണ്.
നിർമ്മാണ പ്രവർത്തനവും എവിടുന്ന ഉസ്താദെ അർത്ഥം കിട്ടിയതിന് ശേഷം ഇൻഷാ അല്ലാഹ് അത് ഞാൻ കേൾപ്പിച്ചു തരും. ഈ കിതാബ് തന്നെ നോക്കി വായിച്ച് ഞാൻ കേൾപ്പിച്ചു തരും. വൽ ഉലമായി, ആലിമീങ്ങളെ ഖബറും വസ്സാലിഹീന, സജ്ജനങ്ങളുടെ ഖബറും അത് ഇമാറത്ത് ചെയ്യൽ, പരിപാലിക്കൽ പുണ്യകർമ്മമാണ്. ലിമാ ഫീ ദാലിക, അങ്ങനെ ചെയ്യുന്നതിൽ ഉള്ളതിന് വേണ്ടി. എന്താ ഉള്ളത്? മിൻ ഇഹ്യാഇ സിയാറത്തി വതബറുകി ബിഹാ, ആ മഹാന്മാരുടെ ഖബർ സജീവമാക്കലും മഹാന്മാരുടെ ഖബർ കൊണ്ട് ബറക്കത്തെടുക്കലും, ഇങ്ങനെ മഹാന്മാരുടെ ഖബർ പരിപാലിക്കുന്നത് കൊണ്ട് ഉണ്ടാകും. അതിനാൽ പരിപാലിക്കൽ പുണ്യകർമ്മമാണ്. എന്താണ് ഈ ഇമാറത്ത് പരിപാലനം എന്ന് പറഞ്ഞാൽ? വലഅല്ലൽ മുറാദ ബിഹി, പരിപാലനം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം كما قاله صاحب الذخائر وأشعر به كلام الإحياء في أوائل كتاب الحج وكلامه في الوسيط في زكاة النقد يشير إليه. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹും ദഖായിറിന്റെ മുസന്നിഫും ഇഹിയയിലും വസീത്തിലും ഒക്കെ പറഞ്ഞ വാചകങ്ങൾ ചൂണ്ടുന്നതും അറിയിക്കുന്നതും പോലെ എന്താണ് മഹാന്മാരുടെ ഖബർ ഇമാറത്തിയെ പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ അൻതുബ്ന അലാ ഖുബൂരിഹിമുൽ ഖിബാബ്, അവരുടെ മഖ്ബറകളുടെ മേൽ ഖുബ്ബകൾ പണിയലാണ്. വൽ ഖനാതിർ, കെട്ടിടങ്ങൾ പണിയലാണ്. എന്ത് കെട്ടിടം? സിയാറത്ത് ചെയ്യാനുള്ള ആളുകൾക്ക് സൗകര്യത്തിൽ. അങ്ങനെ മഹാന്മാരുടെ മഖ്ബറകളിൽ ഖുബ്ബ പണിയലും കെട്ടിടം പണിയലും അത് പുണ്യകർമ്മമാണ്, പുണ്യകർമ്മമാണ്. ശാഫിഈ മദ്ഹബിലെ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ മിൻഹാജിന്റെ ശറഹ് ബഹുമാനപ്പെട്ട ഇമാം ജമാലുദ്ദീൻ റംലി റളിയല്ലാഹു അൻഹു വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു കമാ യുഫ്അലു ഫിൽ മസാഹിദി, മഹാന്മാരുടെ മഖ്ബറകളിൽ നടന്നു വരുന്നത് പോലെ, ചെയ്യപ്പെടുന്നത് പോലെ. എപ്പോ ഇദാ കാന ദഫ്നു ഫീ മവാദിഅ മംലൂകത്തിൻ ലഹും, ആ മഹാന്മാരുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് മറവ് ചെയ്യപ്പെടുന്നതെങ്കിൽ, ഔ ലിമൻ ദഫനഹും ഫീഹാ, അല്ലെങ്കിൽ അവിടെ മറവ് ചെയ്യുന്ന ആളുകളുടെ ഭൂമിയിൽ ഉടമസ്ഥാവകാശത്തിലുള്ള ഭൂമിയിലാണ് മറവ് ചെയ്യുന്നതെങ്കിൽ, ലാ ബിനാഉൽ ഖുബൂരി നഫ്സിഹാ ലിന്നഹി അൻഹു, നേരെ മറിച്ച് ഖബറിന്റെ തടി അത് കെട്ടുക എന്നത് അല്ല. അപ്പൊ മഹാന്മാരുടെ ഖബറിന്റെ മേലെ ഖുബ്ബ പണിയലും കെട്ടിടം പണിയലും പുണ്യകർമ്മമാണ് എന്നാ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതാണ് ഇമാം റംലി പറഞ്ഞത്, അതാണ് ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്. അങ്ങനെ എല്ലാ ഇമാമിങ്ങളും പറയുന്നു ഖുബ്ബ പണിയൽ, ജാറം പണിയൽ അത് പുണ്യകർമ്മമാണ്. മഹാന്മാരായ ആളുകളുടെ മഖ്ബറുകളുടെ മേൽ ഖുബ്ബ പണിയുന്നതും ബിൽഡിംഗ് പണിയുന്നതും പുണ്യകർമ്മമാണ് എന്ന് ഇമാമിങ്ങൾ എഴുതിയേക്കുന്നു. അപ്പൊ ഇമാമിങ്ങൾ കാണാത്തൊരു ഹദീസ് ഇവർക്ക് കിട്ടിയോ? അങ്ങനെ ഒരു ഹദീസ് ഉണ്ടെങ്കിൽ അതല്ലേ നമുക്ക് കാണേണ്ടത്.